മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മോർണിംഗ് റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത്. സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ മിക്കവരും ശ്രദ്ധിക്കാറ് SPF എന്നുള്ളൊരു ഫാക്ടർ മാത്രമാണ്. SPF എത്ര ഉപയോഗിക്കണം, 30 ഉപയോഗിക്കണം, 50 ഉപയോഗിക്കണം, 80 ഉപയോഗിക്കണം, ഇതാണ് എല്ലാവരുടെയും ഒരു കൺസേൺ. ഇത്ര SPF ഉള്ള സൺസ്ക്രീൻ ആണെങ്കിലും അത് നമുക്ക് 100% പ്രൊട്ടക്ഷൻ തരുന്നില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ ഭയങ്കര ഇതായിട്ട് അങ്ങനെ വെയിലത്ത് പോയി നിൽക്കരുത്. എന്റെ സ്കിന്ന് ഏത് ടൈപ്പ് ആണ് എന്നുള്ളതൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. സ്കിൻ ടൈപ്പ് എന്നുള്ളത് ഒരിക്കലും ഒരു ഫിക്സ്ഡ് അല്ല. ഇടയ്ക്കിടയ്ക്ക് കൈവച്ച് തൊടാറുണ്ടോ, പൊട്ടിക്കാറുണ്ടോ, പൊട്ടിക്കാറുണ്ട്. അപ്പൊ അവർക്ക് തന്നെ ചിലപ്പോൾ അത്ഭുതമാണ് ഇങ്ങനെ മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് തൊടാറുണ്ട്. ആ വൈറ്റനിങ് എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാവർക്കും ഒരേ റെസ്പോൺസ് കൊടുക്കാറില്ല. ഫംഗ്ഷൻ പോയപ്പോ അങ്ങനെ ബെഡിലോട്ട് കയറി കിടക്കുന്ന ഒരു ഇതുണ്ട്. എന്നെ കാണുമ്പോ എല്ലാരും ചോദിക്കും നിന്ന് കുളിച്ചില്ലേ, എന്താ ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുന്നത്. കുറെ കാലം ലിപ്സ്റ്റിക് യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോ ലിപ്പ് ഹൈപ്പർ പിഗ്മെന്റേഷനിലോട്ട് പോകുന്നുണ്ടാവും. ആ നാച്ചുറൽ പ്രോഡക്ട്സും സേഫ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഹായ്, ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് സ്കിൻ കെയറിനെ കുറിച്ചിട്ടും മറ്റും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എക്സ്പെർട്ട് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അഫ്ര, സിവ എസ്തെറ്റിക്സ്, കണ്ണൂർ. ഡോക്ടർ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്ക് ഡോക്ടറെ അടുത്ത് ചോദിക്കാം സ്കിൻ കെയർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ്. ഡോക്ടർ ഇപ്പം ഏകദേശം 10 വർഷത്തോളം ആയല്ലോ ഈ ഡോക്ടർ എങ്ങനെ ഈ ഒരു മേഖല തെരഞ്ഞെടുത്തു, എങ്ങനെ ഇതിലോട്ട് എത്തിപ്പെട്ടു? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡെർമറ്റോളജിയോട് ഒരു പ്രത്യേക ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു എൻഡിലായിരുന്നു എന്റെ മാരേജ്. എന്റെ ഹസ്ബൻഡും ഡെർമറ്റോളജിസ്റ്റ് ആണ്. അപ്പം ഹസ്ബൻഡിന്റെ ആ ഒരു ഡെർമറ്റോളജിയിൽ ഓരോ കേസസ് കണ്ട് അത് വീട്ടിൽ വന്ന് പറയുമ്പോൾ അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയത്. അപ്പൊ അതിനു മുന്നേ ഡെർമറ്റോളജി എന്ന് പറഞ്ഞ ഒരുപാട് അങ്ങനെ വെറൈറ്റി ഒന്നും ഇല്ല എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഇങ്ങനെ നല്ല വെറൈറ്റീസ്, ഡിഫറെന്റ് കേസസ്, അതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊക്കെ തോന്നി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഷ്യൻസിന് റിലീഫ് കൊടുക്കുന്നതും എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഡെർമറ്റോളജി എനിക്ക് സൂട്ട് ആവുന്ന ഒരു ബ്രാഞ്ച് ആണെന്ന് എനിക്ക് തോന്നി. അപ്പം അതിനുവേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി മെനക്കെട്ടു അതിലേക്ക് ജോയിൻ ചെയ്തു. ഞാൻ MBBS പരിയാരം മെഡിക്കൽ കോളേജിലാണ് ചെയ്തത്. MD ചെയ്തത് PGIMR ചണ്ഡീഗഡ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉള്ള കുറെ ഡൗട്ട്സ് ഉണ്ട്, അതിൽ കുറച്ചൊക്കെ ചോദിക്കും. ഇപ്പം ഒരു വ്യക്തി മോർണിംഗ് എണീറ്റ് പിന്നെ അങ്ങോട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ നമുക്ക് അതെന്തായാലും ആവശ്യമാണല്ലോ. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യും ഒരു ദിവസം? സ്കിൻ കെയർ റൂട്ടീൻ എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ചില സ്റ്റെപ്സും ഉണ്ട്. ചില ഭയങ്കര സ്കിൻ കെയർ എൻസിയാസ്റ്റ് ഉണ്ട്, അവർക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉപയോഗിക്കണം എന്നുള്ള താല്പര്യമുള്ള ആളായിരിക്കും. അതിനനുസരിച്ചാണ്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ മോർണിംഗ് റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്യുക നന്നായിട്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കുറച്ചും കൂടെ സാലിസിലിക് ആസിഡ് കണ്ടെയ്നിങ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക. ഇതെല്ലാം മൈൽഡ് സ്കിൻകാരാണെങ്കിൽ ജെന്റിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. 3rd സ്റ്റെപ്പായിട്ട് സൺസ്ക്രീൻ. ഇത് 3 ബേസിക് ആയിട്ട് നമ്മൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വൈറ്റമിൻ C സിറം, അതും ഇനീഷ്യലി ഒരു 10% വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളത് സ്കിന്നിന് അതുമായിട്ട് യൂസ്ഡ് ആവുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് നമുക്ക് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഡേ ടൈമിലാണ് വൈറ്റമിൻ C യൂസ് ചെയ്യുന്നത് ഐഡിയലി നല്ലത്. അപ്പം വൈറ്റമിൻ C അത് നല്ലൊരു സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ നല്ലൊരു കോമ്പണന്റ് ആണ്. ഇതിന്റെ കൂടെ സൺസ്ക്രീനും യൂസ് ചെയ്യും. സൺസ്ക്രീന് നമുക്ക് അത് എങ്ങനെ ഒരു മോർണിംഗ് ഉപയോഗിച്ചു പിന്നെ അത് എത്ര കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കുന്നത്? ഈ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ മിക്കവരും ശ്രദ്ധിക്കാറ് SPF എന്നുള്ളൊരു ഫാക്ടർ മാത്രമാണ്. എല്ലാവരും ബോധേർഡ് ആയിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിന്റെ SPF എത്ര ഉപയോഗിക്കണം, 30 ഉപയോഗിക്കണം, 50 ഉപയോഗിക്കണം, 80 ഉപയോഗിക്കണം, ഇതാണ് എല്ലാവരുടെയും ഒരു കൺസേൺ. SPF-നേക്കാളും SPF ഒരു ഫാക്ടർ തന്നെ ആണ്. അതിന്റെ കൂടെ നമ്മൾ എത്ര എമൗണ്ടിൽ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, എത്ര ഫ്രീക്വന്റ് ആയിട്ട് റീഅപ്ലൈ ചെയ്യുന്നു, ഇതൊക്കെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ SPF ചിന്തിക്കുകയാണെങ്കിൽ SPF എന്നുള്ളത് നമ്മൾ UV റേസിൽ മെയിൻ ആയിട്ട് ഉള്ള 2 കോമ്പണൻസ് ആണ്, UVA, UVB എന്നുള്ളത്. നമ്മൾ എർത്തിലേക്ക് എത്തുന്ന 2 മെയിൻ ടൈപ്സ് ഓഫ് UV റേസ്. അപ്പം അതില് UVB പ്രൊട്ടക്ഷൻ ആണ് SPF എന്നുള്ള കോമ്പണന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്
ബേസിക് ആയിട്ട് ഒരു 30 SPF ഉള്ളത് യൂസ് ചെയ്താൽ തരണം. അതൊരു 97% UVB പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് SPF 30 ഉള്ള സൺസ്ക്രീൻ തന്നെ. ഇനി നല്ലൊരു ഇന്റൻസ് സൺ എക്സ്പോഷർ ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ്, ഒരുപാട് സമയം പുറത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ SPF ഉള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് മാർക്കറ്റിലൊക്കെ ഒരു SPF എനിക്ക് തോന്നുന്നു 50 ഉണ്ട്, 60 ഉണ്ട്, 100 അത്രയൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഒക്കെ ആവശ്യം നമ്മളുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് അതിന്റെ ആവശ്യം വരുന്നുണ്ടോ? അത് നമ്മളെ ആക്ടിവിറ്റി ലെവൽ പോലെ ഇരിക്കും. ഇപ്പം SPF 50 നല്ല ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൊക്കെ SPF 50 ഒരു ആപ്റ്റാണ്. അതല്ലെങ്കിൽ SPF 80. ഒരുപാട് SPF കൂടുന്നതിനനുസരിച്ച് ഈ ഒരു അതിലുള്ള കോമ്പണൻസിന്റെ ആ ഒരു കോൺസെൻട്രേഷനും ഒക്കെ ഇതും കൂടും. പക്ഷെ അത്രമാത്രം അതിന് ഈക്വലന്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് SPF 30 ആണെങ്കിൽ തന്നെ അതൊരു 97% പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. SPF 50 ആകുമ്പോൾ അതൊരു 98-99 എത്തും. പക്ഷെ ഒരു സൺസ്ക്രീനും തന്നെ 100% പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലോട്ട് എത്തില്ല നമ്മൾ എത്ര കണ്ട് ഉപയോഗിച്ചാൽ. ഒന്ന് SPF ഫാക്ടർ. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് സ്റ്റാർ റേറ്റിംഗ് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ടൈപ്പ് ഓഫ് UV റേസ് നമ്മുടെ എത്തിലേക്ക് എത്തുന്നത് UVA റേസ് ആണ്. അപ്പോൾ അതിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സ്റ്റാർ റേറ്റിംഗ് എന്നുള്ളത്. അതും ഒരു 4 സ്റ്റാർ റേറ്റിംഗ്, അത് ഒരു നല്ലൊരു കറക്റ്റ് ഒരു സ്റ്റാർ റേറ്റിംഗ് ആണ്. പിന്നെ അത് എത്ര നമ്മളിപ്പം ഫേസ് തന്നെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 ഫിംഗർ ലെങ്ത്, അതായത് ഇത്രയും ക്വാണ്ടിറ്റി എന്നുള്ളത്. പിന്നെ എത്ര ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ രാവിലെ അപ്ലൈ ചെയ്തു, പിന്നെ ഒരു 3-4 hours കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അതിന്റെ. പലരും രാവിലെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നുള്ള ഒരു ഇതിലാണ്. ഞാൻ പറഞ്ഞത് നമ്മള് എത്ര SPF ഉള്ള സൺസ്ക്രീൻ ആണെങ്കിലും അത് നമുക്ക് 100% പ്രൊട്ടക്ഷൻ തരുന്നില്ല. നമ്മള് സൺസ്ക്രീൻ യൂസ് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മള് ഭയങ്കര ഇതായിട്ട് അങ്ങനെ വെയിലത്ത് പോയി നിൽക്കരുത്. അപ്പോഴും നമ്മൾ നല്ല ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ആളാണെങ്കിൽ മറ്റ് സൺ പ്രൊട്ടക്ഷന്റെ മെഷേഴ്സ്, ക്ലോത്തിങ് ആയിട്ടുള്ള ബ്രോഡ് റേംഡ് ആയിട്ടുള്ള ഹാറ്റ്സ്, മാസ്ക്, എസ്പെഷ്യലി ഈ ഒരു ക്ലൈമറ്റില് ക്ലോത്തിങ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കവറേജ് ഉള്ള ക്ലോത്തിങ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ആലോചിക്കുമ്പോൾ. അതേപോലെ ഇപ്പൊ ക്ലൻസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അത് മോർണിംഗ് ദെൻ ഈവനിങ് അങ്ങനെയുണ്ടോ? അത് ഫ്രീക്വന്റ് ആയിട്ട് ഫേസ് വാഷസ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഫേസിന്റെ ഓയിലിനെസ് ലെവൽ പോലെ ഒരു മാക്സിമം 2 or 3 times അതിന്റെ പുറത്തു പോയി വന്നാൽ ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഡ്രൈ ആണ്, അത് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം 2 times ഐഡിയൽ, മാക്സിമം അപ് ടു 3 times യൂസിങ് എ ഫേസ് വാഷ്. അതല്ലെങ്കിൽ നമുക്ക് മൈൽഡ് ക്ലെൻസിങ് ലോഷൻസോ അങ്ങനെ വല്ലതും ഉപയോഗിച്ച് അതിന്റെ ഇടയിൽ നമുക്ക് ഡേർട്ടും അതൊക്കെ റിമൂവ് ചെയ്യും. ഫേസ് വാഷും അതേപോലെ ക്ലെൻസിങ് അത് രണ്ടും കൂടിയുള്ള എന്താണ് അത് വ്യത്യാസം? ഫേസ് വാഷ് കുറച്ചുകൂടെ ഒരു സ്ട്രോങ്ങർ ടൈപ്പ് ഓഫ് ക്ലെൻസിങ് ഏജന്റ് ആണ്. കുറച്ചുകൂടെ ഹെവിയർ ഡേർട്ടും ഓയിലും ഒക്കെ റിമൂവ് ചെയ്യാൻ ഫേസ് വാഷ് നല്ലൊരു സാധനം തന്നെയാണ്. ഓയിലി സ്കിന്നുകാർക്കും ഫേസ് വാഷ് ആയിരുന്നു. പക്ഷെ സെൻസിറ്റീവ് സ്കിന്ന് അല്ലെങ്കിൽ നോർമൽ സ്കിൻ ടൈപ്പ് ആർക്ക് മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് മതിയാവും, ക്ലെൻസിങ് ലോഷൻസ് മതിയാവും. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഫേസിന്റെ ഓയിൽ കണ്ടന്റ് പോയി അത് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുക നമ്മൾ ഫേസ് വാഷ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മാർക്കറ്റില് ഒരുപാട് ഫേസ് വാഷും ക്ലെൻസിങ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. അതിലിപ്പം മാഡത്തിന് എങ്ങനെ അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്? നമ്മൾ ഓരോ പേഷ്യന്റിന്റെയും ആ ഒരു ഫേസ് അതിലൊരു ഘടകമാണ്, സ്കിൻ ടൈപ്പ് ഘടകം തന്നെയാണ്. സ്കിൻ ടൈപ്പ് മാത്രമല്ല, സീസണും നമ്മളിപ്പം നമ്മളിപ്പോ സ്കിൻ ടൈപ്പ് തന്നെ ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മള് ഒരു 5 types ഓഫ് സ്കിന്നാണ് ഇപ്പം ഫേസിലൊക്കെ പറയുകയാണെങ്കിൽ ഉള്ളത്. ഓയിലി, ഡ്രൈ, നോർമൽ, കോമ്പിനേഷൻ അല്ലെങ്കിൽ സെൻസിറ്റീവ്. ഓയിലി എന്ന് പറഞ്ഞാൽ ഫേസിൽ ഓപ്പൺ പോസ് ഒക്കെ കുറച്ച് വിസിബിൾ ആയിരിക്കും, എപ്പോഴും ഫേസ് ഒരു ഇത്തിരി ഷൈനി ഓയിലി ആയിട്ടൊക്കെ ഇരിക്കും. ഡ്രൈ സ്കിന്നുകാരനാണെങ്കിൽ കുറച്ചൊരു ഫ്ലേക്കി അങ്ങനെയാണ് ഇരിക്കുക. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫോർഹെഡ്, ചീക്സ് ഒക്കെ ഇത്തിരി ഓയിലി ആയിരിക്കും, ബാക്കി ഭാഗങ്ങൾ ഡ്രൈ ആയിരിക്കും. അതെല്ലാവർക്കും ഒരു കൺസേൺ. എന്റെ സ്കിന്ന് ഏത് ടൈപ്പ് ആണ് എന്നുള്ളതൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെ പോയിട്ടാണെങ്കിലും എനിക്ക് പറ്റിയൊരു സൺസ്ക്രീൻ അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു ഫേസ് വാഷ് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് ഇപ്പം മേഡം പറഞ്ഞ പോലെ തിരിച്ചറിയാൻ പറ്റും.
ഇപ്പൊ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ തന്നെ റെഡ്നെസ് ഡെവലപ്പ് ചെയ്യും, ഇച്ചിനെസ്, ബേണിങ്, അങ്ങനെയൊക്കെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ സ്കിൻ ടൈപ്പ് എന്നുള്ളത് ഒരിക്കലും ഒരു ഫിക്സ്ഡ് അല്ല, അത് ഫിക്സ്ഡ് അല്ല. ഇപ്പം ഒരാളുടെ സ്കിൻ ടൈപ്പ് നമ്മൾ ഇപ്പം പോലെയല്ല, അത് സീസൺ അനുസരിച്ച് വേരി ചെയ്യാം. പിന്നെ ഹോർമോൺസ് അനുസരിച്ച് നമ്മള് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നോർമൽ സ്കിന്നറായിരിക്കും, അവര് ഒരു 2 ആഴ്ച കശ്മീർ ട്രിപ്പ് കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്കും അവരെ സ്കിന്ന് ഡ്രൈ, ഫ്ലേക്കി, ഇറിറ്റേറ്റഡ് ആയിട്ട് വന്ന് കാണും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, ഏത് സീസണിലാണോ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യണം. ചൂസ് ചെയ്യുന്ന കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഒരാൾക്ക് എപ്പോഴും ഓയിലി സ്കിന്നിന്റെ ക്ലൻസറാണ് എക്കാലം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് തന്നെ പറയാറുണ്ട്, നിങ്ങളുടെ ഫേസ് ഓയിലി ആണെന്ന് തോന്നുമ്പോൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഇനി മോർണിംഗ് ടൈമിലൊന്നും ഫേസ് അത്ര ഓയിലി തോന്നണില്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ക്ലൻസർ യൂസ് ചെയ്താൽ മതി. അങ്ങനെ അത് നമ്മൾ ഓരോ പേഷ്യന്റിന്റെ ഫേസ് നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് അവരെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്താൽ അവർക്ക് അതിനനുസരിച്ച് പ്രോഡക്ട്സ് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇപ്പൊ സൺസ്ക്രീനിന്റെ ഒരു കേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഓക്കെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാരും ഓക്കെ മഴയില്ല വെയിലില്ലല്ലോ നമുക്ക് ഉപയോഗിക്കണ്ട, അത് ശരിക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല, അതൊരു തെറ്റായ ധാരണയാണ്. ഇപ്പൊ മഴക്കാലമായാലും ഇപ്പൊ നമ്മള് ഇപ്പൊ സ്നോയി ഏരിയാസ് അവിടെയൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് നമ്മൾ പറയാറ്. അവിടെ ചൂടില്ലെങ്കിലും അവിടെ സ്നോയിലൊക്കെ തട്ടി UV റേസ് ഒക്കെ നമ്മളെ ഫേസിലോട്ടേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യാനുള്ള റിസ്ക് ഒക്കെ കൂടുതലാണ്. നമ്മൾ അങ്ങനത്തെ ഏരിയാസ് പിന്നെ എന്താ പറയാ മഴക്കാലം ആയാലും UV റേസ് ഉണ്ട്, ഇതിലെന്തായാലും സൺലൈറ്റ് എത്തുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഈവൻ ഇൻഡോർ ആണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇൻഡോർ ആകുമ്പോൾ പറഞ്ഞ പോലെ SPF ഒക്കെ കൺസിഡർ ചെയ്താൽ മതി. SPF 30 ഉള്ളതൊക്കെ മതിയാവും ഇൻഡോറിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ. അപ്പം ചിലര് വർക്ക് ഫ്രം ഹോം ആയിരിക്കും, അപ്പൊ അവര് സൺസ്ക്രീൻ യൂസ് ചെയ്യാറേ ഉണ്ടാവില്ല. പക്ഷെ അവര് വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ ഫുൾ ടൈം സ്ക്രീനിന്റെ മുന്നിലായിരിക്കും. അപ്പൊ അതൊരു ബ്ലൂ ലൈറ്റ് റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിനെ ഏജിങ്ങിലോട്ട് റിങ്കിലോട്ടൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു റേസാണ് ബ്ലൂ ലൈറ്റ്. അപ്പം ഇവൻ വർക്ക് ഫ്രം ഹോമുള്ള ആൾക്കാർ, സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സ്ക്രീൻ എന്നുള്ളത് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം പീപ്പിൾ മാത്രം, കോമൺ ആയിട്ട് എല്ലാവരും സ്ക്രീൻ യൂസ് ചെയ്യുന്ന കാര്യം. അതെ, അതൊക്കെ ഒരു ബ്ലൂ ലൈറ്റ് റേഡിയേറ്റിംഗ് ഇതാണ്. അപ്പൊ നമ്മുടെ ആ രീതിയിൽ നമുക്ക് ആ ഒരു ഏജിങ് അതൊക്കെ അതിനുവേണ്ടി നമ്മൾ ഈ സൺസ്ക്രീൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ഈ പിഗ്മെന്റേഷൻ അതൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് ഫോട്ടോ പിഗ്മെന്റേഷൻ ആണ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഏജിങ്, സൺലൈറ്റ് ഭയങ്കര ഏജിങ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് റെഗുലർ ആയിട്ട് ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ലെതറി റിങ്കിൾസ് ആയിട്ട്, അതായത് സൺ ഡാമേജ് കാരണം വരുന്ന ഒരു ഏർലി ഏജിങ്ങിലോട്ട് പോകും നല്ല വെയിലത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ. അപ്പൊ അതിനാണ് നമ്മുടെ പോപ്പുലേഷനിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ. പിന്നെ ചിലർക്ക് ഫോട്ടോ സെൻസിറ്റീവ് ഡിസീസസ് ഉള്ള ആൾക്കാരുണ്ടാവും, വെയിലടിച്ചാൽ കൂടാവുന്ന ലൈക്ക് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്, അങ്ങനെ കുറെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാര് ചിലപ്പോൾ അവർക്ക് സ്കിന്നിലൊന്നും ഉണ്ടാവില്ല, അവർക്ക് ചിലപ്പം മറ്റ് ബോഡി ഓർഗൻസ് അതായത് നെഫ്രോളജിക് അങ്ങനൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് പോലും ഈ സൺ എക്സ്പോഷർ ഉണ്ടാകുമ്പം സ്കിന്നില് അതിന്റെ കാരണമായിട്ട് ആന്റിബോഡീസ് ഉണ്ടാക്കും. സ്കിന്നിൽ നിന്ന് ആന്റിബോഡീസ് ഉണ്ടാക്കിയിട്ട് അത് കിഡ്നി ഡാമേജിലോട്ട് ലീഡ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഡിസീസുള്ള ആൾക്കാർ അവരും സൺസ്ക്രീൻ നിർബന്ധമായിട്ടും ബ്രോഡ് സ്പെക്ട്രം നല്ലൊരു സൺസ്ക്രീൻ തന്നെ വീട്ടിന്റെ അകത്താണെങ്കിലും അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. യൂഷ്വലി അവർ വിചാരിക്കും അവർക്ക് സ്കിന്നിൽ ഒരു കൺസേണും ഇല്ലല്ലോ, മറ്റേ കിഡ്നിയിലൊക്കെ ആയിട്ടാണ് അധികം പേരും പ്രസന്റ് ചെയ്യുക, കിഡ്നി ഡാമേജ് ഒക്കെ ആയിട്ട് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ. അപ്പൊ അവരൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പൊ ഈ കുറെയൊക്കെ നമുക്ക് ശരിക്കും പുറത്ത് കാണുന്നത് മാത്രമല്ല ഉള്ളിലുള്ള സുഖത്തിന്റെയും ചില ഫോട്ടോ സെൻസിറ്റീവ് ഡിസീസസ് ഉണ്ട്, അത് നമുക്ക് ഇന്റേണൽ ഓർഗൻ ഡാമേജും കൂടെ ലീഡ് ചെയ്യാവുന്ന അങ്ങനത്തെ ചില ഫോട്ടോ സെൻസിറ്റീവ് ഒരുപാടൊന്നുമില്ല. ഇപ്പൊ പറയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്, ഡെർമറ്റോമയോസൈറ്റിസ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ്. അപ്പൊ അങ്ങനെയുള്ളവർ അതൊന്നും അവെയർ ആയിരിക്കുന്നത് നല്ലതാണ്. അവര് പുറത്തൊക്കെ പോകും, അവർക്ക് നമ്മൾ ക്ലിനിക്കിൽ വരാറുണ്ട്, അവര് വേറെ എന്തെങ്കിലും സ്കിൻ കണ്ടീഷന് വേണ്ടിയായിരിക്കും നമ്മളടുത്ത് വരിക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവർ പ്രീവിയസ്ലി ഡയഗ്നോസ്ഡ് ഇങ്ങനത്തെ കണ്ടീഷൻസ് ആയിരിക്കും, ഓൾറെഡി അവർ ഓൺ ട്രീറ്റ്മെന്റ് ആയിരിക്കും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം അവർക്ക് ഈ ഒരു സ്കിൻ സൺ പ്രൊട്ടക്ഷനെ കുറിച്ച് അവര് വേറെയല്ല, ഇത് ഉണ്ടാവുന്നത് സൺ എക്സ്പോഷറിനെ കൊണ്ടല്ല, ഇറ്റ്സ് എൻ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ, മറ്റു റീസൺസ് കൊണ്ടാണ് ഉണ്ടാവുന്നത് ഇത്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സൺ എക്സ്പോഷർ വരുമ്പോൾ ഈ ഒരു ഡിസീസ് സിവിയറിറ്റി അത് മറ്റു കോംപ്ലിക്കേഷൻസിലോട്ട് പോവാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പം അവരിത് ശ്രദ്ധിക്കണം. നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട് ക്ലോത്തിങ്ങിനെ കുറിച്ചും സൺ പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ. അതേപോലെ മോയ്സ്ചറൈസറിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇന്ന ക്ലൈമറ്റിൽ അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എത്ര ടൈം ഉപയോഗിക്കണം, നൈറ്റിൽ ഉപയോഗിക്കണോ ഡേയിൽ ഉപയോഗിക്കണോ, അങ്ങനെ അതും ഒരു ഡൗട്ട് ഉണ്ടാവും. ഈ നമ്മൾ ഈ മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏർലി ഏജിന്റെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് നമുക്ക് സ്കിൻ കെയർ എടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ക്ലൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ 3 ഇൻഗ്രീഡിയന്റ് നമ്മൾ എന്തായാലും യൂസ് ചെയ്താൽ നല്ലത്. മോയ്സ്ചറൈസർ ഒക്കെ ചെറിയ പ്രായത്തിലെ കുട്ടികൾ യൂസ് ചെയ്താൽ നല്ലത്. കാരണം അതൊന്നും അങ്ങനെ ഡാമേജ് ആയിട്ടൊന്നല്ല, ഇൻ ഇഫക്റ്റ് അത് സ്കിന്നിന് നല്ലൊരു ഹെൽത്തി സ്കിന്നിന് വേണ്ടി നല്ലതാണ്. ചിലവർ പറയുന്ന ആൾക്ക് അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല, അത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കണം, അങ്ങനെ ചില നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ കാണും. സ്കിന്നിൽ മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അത് നിർത്തുമ്പോൾ അത് ആ ഒരു പോസിറ്റീവ് ചേഞ്ച് മാറുന്നോണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. അതെ, മോയ്സ്ചറൈസർ എന്നുള്ളത് മോർണിംഗിലും നൈറ്റിലും ട്വൈസ് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ്, യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. പിന്നെ ഇത് പറഞ്ഞ പോലെ നമ്മുടെ ആക്നെന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റർ ആയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. കാരണം ആക്നെ മെഡിസിൻസ് എല്ലാം തന്നെ ഇത്തിരി ഒരു ഡ്രൈനെസ് ഉണ്ടാക്കും. നമ്മുടെ എല്ലാ ആക്നെ മെഡിസിൻസും നമ്മുടെ ഫേസിന്റെ ഓയിലിനെസ് കുറയ്ക്കുക എന്നുള്ള ആക്ഷനിലോട്ട് ഉണ്ടാക്കിയിട്ടാണല്ലോ ആക്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഫേസ് പെട്ടെന്ന് ഡ്രൈനെസ്സിലോട്ട് പോവാം. അപ്പം ആ ഒരു ടൈമിൽ എന്തായാലും ആക്നെ ട്രീറ്റ്മെന്റിന്റെ കൂടെ ഒരു മോയ്സ്ചറൈസർ കമ്പൈൻ ചെയ്യണം മസ്റ്റ് ആയിട്ട്. അതേപോലെ ഇപ്പൊ മോയ്സ്ചറൈസറിലാണെങ്കിലും സൺസ്ക്രീനിലൊക്കെ ആണെങ്കിലും ഈ ക്രീമി ജെൽ ടൈപ്പ് ടിൻറ്റ് അങ്ങനെയൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ആർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ടോപ്പില്. നമ്മള് പിന്നെ ഈ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഓയിലി സ്കിന്നായിരിക്കാൻ ബെസ്റ്റ്. വാട്ടർ ബേസ്ഡ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീന്. പിന്നെ ഡ്രൈ സ്കിന്നായിരിക്കും കുറച്ചുകൂടെ ക്രീം അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ്. കോമ്പിനേഷൻ സ്കിന്നായിരിക്കും ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് നല്ലത്. സെൻസിറ്റീവ് സ്കിന്നായിരിക്കും ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണ് ബെസ്റ്റ്. അത് അതിൽ ഫിസിക്കൽ കോമ്പണന്റ് എന്നുള്ളത് ലീസ്റ്റ് ഇറിറ്റേറ്റിംഗ് ആണ്, അവർക്ക് അതാണ് നല്ലത്. സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. ഈ ടിൻറ്റഡ് എന്ന് പറയുമ്പോൾ ടിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അത് കുറച്ചുകൂടെ ഒരു ഫിസിക്കൽ സൺസ്ക്രീൻ കോമ്പണന്റിലോട്ട് പോകുന്ന ഒരു സാധനമാണ് ടിൻറ്റഡ് എന്നുള്ളത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നായിരിക്കും അത് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫേസിലെ ചെറിയ ചെറിയ ഇംപ്യൂരിറ്റീസ്, അതൊക്കെ ലൈക്ക് ഇംപ്യൂരിറ്റീസ് എന്നല്ല പിഗ്മെന്റേഷൻ, അതൊക്കെ ഹൈഡ് ചെയ്യാനും കൺസീൽ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ടിൻറ്റഡ് സൺസ്ക്രീൻ നല്ലൊരു ഇതാണ്. നമ്മൾ ഹെവി മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ഡെയിലി ആവാതെ ഒരു ഡെയിലി ഇതിൽ നമുക്ക് ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ നമുക്കത് അത്രയും നേരം മേക്കപ്പും കൺസീലറും അതൊന്നും യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ഒറ്റൊരു ടിൻറ്റഡ് സൺസ്ക്രീനിൽ എല്ലാം ആയി. അതേപോലെ ചില മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിമ്പിള് വരിക എന്നുള്ളത് ഒരു ഓയിലി ആയിട്ട് ചിലർക്ക്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഈ ഒലിച്ചിങ്ങനെ ഇറങ്ങുന്ന അങ്ങനത്തെ ഒരു ഫീല് വരാറുണ്ട്. അത് ചില സൺസ്ക്രീനിൽ വരാറുണ്ട്, ഇതിൽ വരാറുണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മള് കറക്റ്റ് ആയിട്ട് അത് നമ്മൾക്കായിട്ടുള്ള ഉപയോഗിക്കാത്തത്? അതെ 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 നമ്മുടെ മോയ്സ്ചറൈസർ ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഇപ്പം ഡ്രൈ സ്കിൻ കണ്ടീഷൻസ്, എക്സിമ, അറ്റോമിക് ഡെർമറ്റൈറ്റിസ് വരുന്നവർക്ക് ഫേസിലേക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സൺസ്ക്രീൻ ഡിഫറെന്റ് ആയിരിക്കും. ആക്നെ മെഡിസിൻസിന്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ പറയുന്ന മോയ്സ്ചറൈസേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അത് അതിനനുസരിച്ചിട്ടുള്ള കോമ്പണൻസ് അതനുസരിച്ച് വേരി ചെയ്യും. ഏത് കണ്ടീഷന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് മോയ്സ്ചറൈസറിന്റെ ഒരു ഫോർമുലേഷനും കണ്ടൻസും ഒക്കെ വേരി ചെയ്യും. എപ്പോഴും നമ്മള് ഒരു ഷോപ്പിൽ പോയിട്ട് ഓക്കെ എനിക്ക് അത് തന്നാൽ മതി അല്ലെങ്കിൽ മറ്റേത് തന്നാൽ മതി എന്ന് ചോദിക്കാൻ പകരം എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടിയിട്ട് ഉപയോഗിക്കാനായിരിക്കും ഒന്നുകൂടെ നല്ലത്. എസ്പെഷ്യലി ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി മോയ്സ്ചറൈസേഴ്സ് വലിയ കുഴപ്പമില്ല. കാരണം ബോഡിയിൽ അങ്ങനെ വേറെ ആക്നെ അങ്ങനെ കണ്ടീഷൻസും കൂടുതൽ ഉണ്ടാവാറില്ല. എല്ലാ പ്രശ്നങ്ങളും കൂടുതലും ഡെവലപ്പ് ചെയ്യുക ഫേസിലാണ്. അപ്പം ഫേസിലുള്ള മോയ്സ്ചറൈസർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അവെയർ ആയിരിക്കുന്നത് നല്ലതാണ്. ചില ആൾക്കാർക്ക് നല്ല രീതിക്ക് പിമ്പിൾ വരണം. അത് പിമ്പിൾ വരുന്നതും അതേപോലെ ഏജും കൂടിയിട്ട് അതിൽ ഒരു ഇതുണ്ടോ, ബന്ധമുണ്ടോ? നമ്മള് പിമ്പിൾസ് സ്റ്റാർട്ട് ചെയ്യും യൂഷ്വലി ആ ഒരു പ്രീ ടീൻസ് അല്ലെങ്കിൽ ടീനേജിൽ ആ ഒരു ടൈമിലാണല്ലോ നമ്മുടെ ഒരു ഹോർമോണൽ പ്രൊഫൈലൊക്കെ മാറി വരുന്നത്. അപ്പം ആ ഒരു അഡോളസെന്റിലോട്ട് നീങ്ങുമ്പോൾ അപ്പോഴാണ് ചെറിയ ചെറിയ കൊമഡോൺസ് കൈൻഡ് ഓഫ് ആക്നെ, ഗ്രേഡ് 1 ആക്നെ എന്ന് പറയും, അത് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ചിലർക്ക് അതോടുകൂടി തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ചിലർക്ക് അതിന്റെ സിവിയറിറ്റി കൂടി പാപ്പുലർ ആക്നെ, പസ്റ്റ്യൂൾസ്, വലിയ വലിയ നോട്യൂൾസ് അങ്ങനെ പോവാറുണ്ട്. ഏജ് ഒരു ഫാക്ടർ തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ ആക്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത്. ഒരു പ്രീ ടീനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 25 അത് വരെ. ചിലർക്ക് ലേറ്റ് ഓൺസെറ്റ് ആക്നെ ഉണ്ടാവാറുണ്ട്. ലേറ്റ് ഓൺസെറ്റ് ആക്നെ യൂഷ്വലി ഒരു അബവ് 35-40. അത് എന്താണെന്ന് വെച്ചാൽ അപ്പോഴും നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് മാറി മാറി വരുന്നുണ്ട്. ഈസ്ട്രോജന്റെ ലെവൽസ് കുറഞ്ഞു തുടങ്ങും, റിലേറ്റീവ്ലി കുറഞ്ഞു തുടങ്ങും. അപ്പൊ നമ്മുടെ ബോഡിയിൽ അതൊരു ആൻഡ്രോജൻ ലെവൽസ് കമ്പാരിറ്റീവ്ലി ഈസ്ട്രോജനേക്കാളും റേസ് ചെയ്യാൻ തുടങ്ങും. അപ്പം കുറച്ചൊരു ആക്നെ വരാൻ തുടങ്ങും. അതിനെ നമ്മൾ അഡൽട്ട് ഓൺസെറ്റ് ആക്നെ എന്ന് പറയും. ലേറ്റ് ഓൺസെറ്റ് ആക്നെ, അഡൽട്ട് ഓൺസെറ്റ് ആക്നെ. അത് യൂഷ്വലി ചിന്ന ഏരിയ അവിടെയൊക്കെയാണ് ഉണ്ടാവാറ്. അതേപോലെ ഭക്ഷണ രീതികൾ എത്രത്തോളം ഇതിനെ ബാധിക്കുന്നു? നമ്മളെ ഈ പിമ്പിള് വരാന്ന് ചില പറയും ഓയിലി ഫുഡ്, അതേപോലെ ഷുഗർ നന്നായി കഴിക്കുന്നതുകൊണ്ട് പിമ്പിള് വരാന്ന് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഭക്ഷണ രീതി എന്നുള്ളത് ആക്നെ പ്രോൺ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പീപ്പിൾ ഉണ്ട്. അതെനിക്ക് ജനറ്റിക് പ്രെഡിസ്പോസിഷൻ ഉണ്ട്. അതിന് മെയിൻ ഫാക്ടർ ജനറ്റിക് പ്രെഡിസ്പോസിഷൻ ആണ്. പിന്നെ ഹോർമോൺസ്. അങ്ങനെയുള്ള ഓൾറെഡി ആക്നെ പ്രോൺ ആയിട്ടുള്ള ആൾക്കാര് ഫുഡും കൂടെ അതിന്റെ കൂടെ വരുമ്പം ആക്നെ പെട്ടെന്ന് അങ്ങ് ഇതാകാം. അപ്പൊ ഫുഡ് കൂടുതലായിട്ട് ആക്നെ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സുള്ള ഫുഡ്, അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഷുഗർ ലെവൽസ് പെട്ടെന്ന് അങ്ങ് പീക്ക് കഴിക്കുന്ന കൈൻഡ് ഓഫ് ഫുഡ്സ്. മധുരം, ഷുഗർ തന്നെ. പിന്നെ റൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അങ്ങനത്തെ ഫുഡാണ് കൂടുതലായിട്ടും ഗ്ലൈസമിക് ഇൻഡെക്സ് പെട്ടെന്ന് അങ്ങ് ബോഡിയിൽ കൂട്ടുക. ഇപ്പം വീറ്റ് പോലത്തെ ഫുഡൊക്കെ ആണെങ്കിൽ, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും അതൊക്കെ നമ്മുടെ ബോഡിയുടെ ഗ്ലൈസമിക് ആ ഒരു ഇത് മെല്ലെ മെല്ലെ കൂട്ടി വരുന്നതാണ്. അപ്പം ഒന്ന് ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് അത് ഒഴിവാക്കുക. പിന്നെ ഓയിലി ഫുഡും നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, ചില ആക്നെയുള്ള കുട്ടികൾ ഒന്നും കഴിക്കില്ല, എന്നുവെച്ചാൽ ഒന്നും കഴിക്കില്ല. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ണി കഴിച്ചാൽ അങ്ങനെ കേട്ടിട്ടുണ്ട്, അതുള്ളതാണ്. ഇതിന്റെ ഉണ്ണി എന്നുള്ളത് കൊളസ്ട്രോൾ ആണ്. അപ്പം അത് നമുക്കൊരു മോഡറേറ്റ് എമൗണ്ടിലൊക്കെ കഴിക്കാം, ഡെയിലി മോഡറേറ്റ് എമൗണ്ടിലൊക്കെ കഴിക്കാം. ഒരുപാട് അധികം അത് കഴിക്കുമ്പോൾ അതും ബോഡി കൊളസ്ട്രോൾ ലെവൽസ് കൂട്ടാം. അപ്പൊ ഡെയിലി ഒരു 2-3 അങ്ങനെയൊക്കെ കഴിക്കാം. അതേപോലെ ഇപ്പം ചിലവർ പറയും കൈ തൊടുന്ന പിമ്പിള് വന്ന് അത് പൊട്ടിച്ച് അതിന് കൈ തൊടുന്ന വീണ്ടും കൂടി വരും എന്നുള്ള രീതിയിൽ പറയണം. അമ്മമാരെന്നെ ഇടയ്ക്ക് വന്നിട്ട് കൈ ഇങ്ങനെ തട്ടും, കൈ വെക്കലെന്ന് പറഞ്ഞിട്ട്. അതെ പറഞ്ഞു, നമ്മൾ തരുന്ന പേഷ്യൻസിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ ആ ഒരു ഫേസിലുള്ള ആക്നെന്റെ അതിന് ചുറ്റുള്ള പിഗ്മെന്റേഷൻ കാണുമ്പോൾ തന്നെ. അപ്പൊ തന്നെ നമ്മൾ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് കൈവച്ച് തൊടാറുണ്ടോ, പൊട്ടിക്കാറുണ്ടോ? പൊട്ടിക്കാറുണ്ട്. അപ്പൊ അവർക്ക് തന്നെ ചിലപ്പോൾ അത്ഭുതമാണ്, അതെങ്ങനെ മനസ്സിലായാണ് അതിന് ഇടയ്ക്കിടയ്ക്ക് തൊടാറുണ്ട്. അപ്പൊ ആ ഒരു അതിന്റെ ചുറ്റുള്ള ആ ഒരു പിഗ്മെന്റേഷൻ, ആ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ തട്ടുമ്പോഴാണ് പിന്നെ അതിനുള്ള വൈറ്റ് കളർ വരുമല്ലോ. അതുകൊണ്ടല്ല, നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ ഇത് സ്ക്വീസ് ചെയ്യുമ്പോൾ അത് ഒന്നാമതായിട്ട് ആക്നെ ഉണ്ടാകുന്ന തന്നെ ഒരു ഇൻഫ്ലമേഷൻ ആണ്. അവിടെ കുറെ സെൽസും അതൊക്കെ അക്യുമുലേറ്റ് ആവുന്നുണ്ട്. നമ്മൾ അമൃതമായ ഇൻഫ്ലമേഷൻ കൂടുകയാണ്. ഇൻഫ്ലമേഷൻ കൂടുമ്പം അത് പോയി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആ ഒരു പിഗ്മെന്റേഷനും ഒക്കെ ഇതും കൂടും. ഇത് പോരാത്തിന് നമ്മളെ കൈ എന്ന് പറയുന്നത് ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ളതാ. കൈ എപ്പോഴും വാഷ് ചെയ്തിട്ടൊന്നും നമ്മൾ അവിടെ ഇവിടെ ഒക്കെ തൊട്ട് അതേ കൈ കൊണ്ടാണ് എപ്പോഴും ഫേസിൽ കൈ വെക്കുന്നത്. അപ്പോഴും ആ ഒരു ഡേർട്ടൊക്കെ ഇതായി പിമ്പിളി ഇല്ലാത്തടത്തും പുതിയ പിമ്പിള് വരും നമ്മൾ എപ്പോഴും കൈ തൊട്ടുകൊണ്ടിരിക്കുമ്പോ. ഓക്കെ, അപ്പൊ ഇതിപ്പം ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ മാർക്ക് വരും, പൊട്ടിക്കാതിരുന്നാല് മാർക്കില്ലാതെ പോകുന്നു. അങ്ങനെ കഴിഞ്ഞാൽ മാർക്കിന്റെ ആ ഒരു സിവിയറിറ്റി ഒന്നുകൂടെ ഒന്ന് കൂടും. ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷനിലോട്ട് പോകുന്നത് ഒന്നുകൂടെ കൂടും. അത് മാത്രമല്ല ഇൻഫ്ലമേഷൻ ഒന്നുകൂടെ ഡെപ്തിലോട്ട് പോകുന്നു പറഞ്ഞല്ലോ. അപ്പം അത് ബാക്കിയാക്കുന്ന ആ ഒരു കുഴിഞ്ഞ പാടുകൾ ഒന്നുകൂടെ ഡെപ്ത് ഉള്ളതായിട്ട് മാറും. ഈ മാർക്ക് വന്നത് തന്നെ അത് നമുക്ക് ഏതെങ്കിലും മെഡിസിൻ കഴിച്ച് കളയാൻ പറ്റുമോ, അതോ അതിന് വേറെ എന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടതുണ്ടോ? മൈൽഡ് ആയിട്ടുള്ള മാർക്സ് ഒക്കെ ആണെങ്കിൽ കഴിക്കുന്ന മെഡിസിൻസ് അല്ല, നമുക്ക് പറ്റുന്ന മെഡിസിൻസ് തന്നെ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാകും. പക്ഷെ അതിന് നമുക്ക് ഇത്തിരി ഒരു ശതമാനം പറ്റുന്ന മെഡിസിൻസ് ഒന്നും അങ്ങനെ ഓവർനൈറ്റ് ആയിട്ട് ഒരു ചേഞ്ച് ഉണ്ടാക്കില്ല. ഒരു 2-3 months റെഗുലർ ആയിട്ട് നമ്മൾ ആക്നെ കൺട്രോളിന്റെ കൂടെ തന്നെ ആക്നെന്റെ പിഗ്മെന്റേഷനും കുറയാനുള്ള ഒരു 2 to 3 months കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പം
അത് ഡിഫറൻസ് ഉണ്ടാക്കും പിഗ്മെന്റേഷന്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് വേണം, അതായത് ഫാമിലിയിൽ ഒരു ഇവന്റ് വരുന്നതല്ല, നമ്മുടെ തന്നെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ഉണ്ട്, ലൈക്ക് മാരേജ്, എൻഗേജ്മെന്റ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പട്ടുന്ന ക്രീംസിനെ കൊണ്ട് പെട്ടെന്ന് ഒരു റിസൾട്ട് തരാൻ പറ്റില്ല. നമുക്ക് കുറച്ചുകൂടെ പ്രൊസീജിയേഴ്സിലോട്ട് നമ്മൾ തിങ്ക് ചെയ്യേണ്ടി വരും. കെമിക്കൽ പീലിങ്, ലേസർ ടോണിങ്, അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്. ഞാൻ ഈ പിഗ്മെന്റഡ് ആയിട്ടുള്ള പാടിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി കുഴിഞ്ഞ ഡെപ്ത് ഉള്ള കൈൻഡ് ഓഫ് പാടാണെങ്കിൽ നമുക്ക് പട്ടുന്നതിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. അത് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് തന്നെ വേണം. ഇത് കുറച്ചുകൂടെ ഇൻവേസീവ് ആയിട്ടില്ല. കാരണം ഈ ഒരു കുഴിഞ്ഞ പാടുകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ കീപ്പ് ചെയ്യുന്ന കൊളാജനും അതൊക്കെ ലോസ് ആയി പോകുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സ്കിന്നിന്റെ അടിയിൽ നിന്ന്. അപ്പം അത് വീണ്ടും കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പുറത്തുനിന്ന് പുരട്ടുന്ന അതിനെ കൊണ്ട് അത് ഉണ്ടായി വരില്ല. അപ്പൊ നമ്മള് കുറച്ചുകൂടെ ഡെപ്തിൽ പോകുന്ന ആ ഒരു കുറച്ചുകൂടെ സ്കിന്നിന്റെ ഡീപ്പർ ലെയേഴ്സിലോട്ട് പോകുന്ന പ്രൊസീജിയേഴ്സ്, അതായത് മൈക്രോ നീഡ്ലിങ്, PRP ഇഞ്ചക്ഷൻ, GFC ഇഞ്ചക്ഷൻ, പിന്നെ ലേസേഴ്സ്, മൈക്രോ നീഡ്ലിങ്, RF, അതൊക്കെ മൾട്ടിപ്പിൾ സിറ്റിംഗ്സ് എടുത്തിട്ട് വേണം. സിറ്റിംഗിലൊന്നും നമ്മൾ ഒരു ചേഞ്ചും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പൊ നമ്മളെ ലൈഫ് ഇവന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 1 year മുന്നേക്ക് സ്റ്റാർട്ട് ചെയ്താൽ നല്ലത്, അറ്റ്ലീസ്റ്റ് 6 months. കാരണം നമ്മളൊരു മിനിമം 4-5 സിറ്റിംഗ്സ് ആ പറയുന്നത്. അപ്പൊ ഈ 4-5 സിറ്റിംഗ്സ് കഴിഞ്ഞതോടുകൂടി അവിടെ റിസൾട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. പിന്നെയും 2-3 മാസം കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ കൊളാജനൊക്കെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമുക്കത് ചെയ്തതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 4 സിറ്റിംഗ്സും കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോഴാണ് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുന്നത്. അത്രയും ടൈം നമ്മൾ കൊടുക്കണം. ഈ അടുത്ത് ഒരാൾ വന്നിരുന്നു, അവരുടെ മുഖത്ത് ഇതുപോലെ നല്ല ആക്നെ സ്കാർസ് ഉണ്ടായിരുന്നു. അവരുടെ മാരേജ് ആണ് നെക്സ്റ്റ് മന്ത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒറ്റ സിറ്റിംഗ് ചെയ്തും കൊണ്ട് വലിയൊരു റിസൾട്ട് ഉണ്ടാകാൻ പോണില്ല. പിന്നെ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, കുറച്ചൊരു ഡീപ്പർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊരു റെഡ്നെസ്, കുറച്ചൊരു ഡൗൺ ടൈം ഉണ്ട് ഇതിനെല്ലാം. അപ്പം അങ്ങനത്തെ ഒരു ഇമ്പോർട്ടന്റ് ഇവന്റിന്റെ തൊട്ട് മുന്നേ ചെയ്യേണ്ടതല്ല. മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇതാക്കാം. 1 month മുന്നേ ഒന്നും അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ അല്ല അത്. അങ്ങനെ ഡീപ്പായിട്ടുള്ള കുഴിഞ്ഞ പാടുകളുടെ പ്രൊസീജിയേഴ്സ്. ഈ ഫാസ്റ്റ് റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറെ മുന്നേക്കെ ഒരു ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ വരും, എനിക്ക് അടുത്ത ആഴ്ച കല്യാണമുണ്ട്, അടുത്ത മാസം കല്യാണമുണ്ട്, പെട്ടെന്ന് വെളുക്കാനുള്ള ക്രീമുകൾ ഏതാണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട്. മാർക്കറ്റിൽ ഇപ്പം ഒരുപാട് അങ്ങനത്തെ ക്രീമുകൾ അവൈലബിൾ ആവുന്നുണ്ട്. ഇപ്പൊ പേഴ്സണലി നമ്മൾ കണ്ടിട്ട് തന്നെ ചിലവരെ കാണുമ്പോ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് അറിയാം. അതല്ലാതെ പെട്ടെന്ന് വരുന്ന ഒരു കളർ വേറെ തന്നെ ആയിട്ട് ചിലവർ കാണാം, റെഡിഷ് പോലൊക്കെ കാണാം. അത് എത്രത്തോളം നമുക്കത് ഡേഞ്ചർ ആണ്. അങ്ങനെയുള്ള കുറെ കേട്ടിട്ടുണ്ട്, അങ്ങനെ കിഡ്നിനെ ബാധിക്കും. ഇപ്പൊ അടുത്ത് കുറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു എന്താ പറയാ, ഒരു വൈറ്റനിങ് ക്രീം എന്നുള്ള ഒരു ട്രെൻഡില് എന്താ പറയാ, ഒരു 2 കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് ബ്രൈറ്റനിങ്, ഒന്ന് വൈറ്റനിങ് എന്നുള്ളത്. ഈ ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സ്കിൻ കോംപ്ലക്ഷൻ വെച്ച്, അതായത് നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ കോംപ്ലക്ഷൻ ഓരോ ഇൻഡിവിജ്വൽ അത് ഡിഫറെന്റ് ആയിരിക്കും. ചില കാരണങ്ങൾക്കുള്ള, അതായത് സൺ എക്സ്പോഷർ, അല്ലെങ്കിൽ ഇതുപോലെ പിമ്പിൾസ് വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണമൊക്കെ ഫേസിൽ ഒരു ഡൾനെസ് വന്നിട്ടുണ്ടാകാം. അത് നമുക്ക് നമ്മുടെ നാച്ചുറൽ സ്കിൻ കോംപ്ലക്ഷനിലോട്ട് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ ബ്രൈറ്റനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നാച്ചുറൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണത്. നമുക്ക് പിന്നെ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ക്രീംസും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്താൽ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്കിൻ ടോൺ, ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ലുക്കിംഗ് സ്കിൻ എന്ന് പറയും. ബ്രൈറ്റ് സ്കിൻ, ഹെൽത്തി ലുക്കിംഗ് സ്കിൻ. ഇംപെർഫെക്ഷൻസും പിഗ്മെന്റേഷൻസും ഒക്കെ സ്ലോലി മാറ്റിയെടുത്ത് അങ്ങനെ. മറ്റൊന്ന് വൈറ്റനിങ് എന്നുള്ളതാണ്. വൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ നാച്ചുറൽ സ്കിൻ കോംപ്ലക്ഷന് അതിലും ലൈറ്റർ ഷെയ്ഡിലോട്ടേക്ക് പോവാന്നുള്ളത്. അതാണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. ആരും അവരുടെ നാച്ചുറൽ സ്കിൻ കോംപ്ലക്ഷനോട് അത് എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യാനോ ഇതാക്കാനോ റെഡിയല്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും വൈറ്റ് ആവണം. ഒരു വൈറ്റിനെ വലിയൊരു സുപ്രീം ആയിട്ട് കാണുന്നതാണ്. അപ്പൊ നമ്മള് വൈറ്റിനേക്കാളും ബ്രൈറ്റ് ആണ് നമ്മള് സ്കിൻ കോംപ്ലക്ഷൻ, നോർമൽ സ്കിൻ കോംപ്ലക്ഷൻ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പൊ ഈ വൈറ്റനിങ്ങിന്റെ പിറകെ പോയിട്ടാണ് ഒരുപാട് പേര് ഈ ഒരു വൈറ്റനിങ് ശേഷം കുറെ ആൾക്കാർക്ക് അതിലൊക്കെ ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടെ ഇതിനെ പറ്റിയിട്ട് മുന്നൊന്നും അങ്ങനെ ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ആണെന്നോ, പക്ഷെ ഇപ്പം കുറെയൊക്കെ ഒന്നുകൂടെ കൺസേൺ ആണോ എന്ന് തോന്നുന്നു. ഞാൻ പറയാം, ഞാൻ ഈ അടുത്ത കാലം വരെ ലാസ്റ്റ് വീക്ക് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഒരുപാട് ന്യൂസ് വന്നിരുന്നു, ഡോക്ടേഴ്സ് ആയാലും മറ്റേ ഗവൺമെന്റ് ആയാലും എല്ലാവരും കുറെ പബ്ലിക് അവയർനെസ് പാംഫ്ലെറ്റ്സ് ആയിട്ടും ന്യൂസിലായിട്ടും ഒക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്.
യൂത്ത് ഒക്കെ അത് വായിച്ചിട്ടുണ്ടാവും, അവരൊക്കെ അവെയർ ആയിട്ടുണ്ടാവും, അവരൊക്കെ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് പണ്ടേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവുന്നായിരുന്നു ഈ അടുത്ത കാലം വരെ ഞാനും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് 2-3 കോളേജ് സ്റ്റുഡൻസ് ഈ പറഞ്ഞ നെയിംഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് നോട്ടോറിയസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഇങ്ങനെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കിയ ബ്രാൻഡ്സ്, അതന്നെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോളേജ് സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് വന്നതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ, ന്യൂസിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡാമേജ് ഉണ്ടായത്. അപ്പം അവര് അവെയർ ആണ് ഇങ്ങനെ ഡാമേജ് കണ്ടത്. പക്ഷെ അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അത് ഈ ഒരു ന്യൂസ് വന്നിട്ട് ഇപ്പൊ 1.5 years അതിലും കൂടുതലേ, എന്നിട്ടും അവർ ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരെന്തുകൊണ്ട് ഭയങ്കര എഡിക്റ്റഡാ ആ ഒരു പ്രോഡക്റ്റ് യൂസേജിനോട്, മനസ്സിലായിരുന്നു. അപ്പം അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവരുടെ നാച്ചുറൽ സ്കിൻ ടോൺ ഇത് കുറെ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ സ്കിൻ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കോംപ്ലക്ഷനിലോട്ട് എല്ലാം പോവാം. അതിലും ഹൈപ്പർ ആയിട്ടാ പോവാം, ബ്ലാക്ക് ഡോട്ട്സ് വരാം. ഇത് ഈ ക്രീംസ് ഒക്കെ എന്താ ചെയ്യുന്നത്, എങ്ങനെ വൈറ്റ്നസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു തിക്നെസ് കുറച്ച് കൊണ്ടുവരികയാണ്. ലേയേഴ്സ് പോവാം, അപ്പോമോസ്റ്റ് ലെയർ ഒക്കെ എക്സ്പോളിയേറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. നമ്മൾ ക്രോണിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന്റെ ഡീപ്പർ ലേയേഴ്സ് തന്നെ തിന്നായി വരികയാണ്. നമ്മുടെ സ്കിന്നിന്റെ അടിയിലുള്ള ഈ ബ്ലഡ് വെസൽസ് കുറച്ചും കൂടെ സൂപ്പർഫിഷ്യൽ ആയിട്ട് വരുന്നോണ്ടാണ് ആ റെഡ്നെസ് കാണുന്നത്, ആ ഒരു ബ്ലഷ്ഡ് അപ്പിയറൻസ് വരുന്നത്. ബ്ലഷ്ഡ് അപ്പിയറൻസ് വരുന്നത് ആ ഒരു നമ്മളെ ബ്ലഡ് വെസൽസ് കുറെ പുറത്തൊക്കെ എക്സ്പോസ്ഡ് ആയി വരുമ്പോഴാണ് ആ ഒരു റെഡ്നെസ് വരുന്നത്. അപ്പം ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം അത് അതുവരെ ഉണ്ടായ ഒരു ഇഫക്റ്റ് ഒക്കെ മാറി ഒരു ഭാഗം കറുപ്പ് ഒരു ഭാഗം വെളുപ്പ്, വെയിലത്ത് പോയാൽ ഭയങ്കരമായിട്ട് അപ്പൊ ഇവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതെങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മളെടുത്ത് വരുന്നത് അതിന്റെ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട്. അതാ പറഞ്ഞ 1.5 years മുന്നേ ഇത്രയും അവയർനെസ് ഉണ്ടായിട്ടും ഇപ്പോഴും ഒരുപാട് പേരത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമ്മുടെ മാർക്കറ്റിൽ അത് ഇപ്പോഴും അവൈലബിൾ ആണ്. അതൊന്നും ഇപ്പോഴും ബാൻഡ് ആവേ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവേ ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നപ്പോ നമുക്കിപ്പോ എന്തായാലും ദയവായിട്ട് നമുക്കൊരു കളർ ടോൺ തന്നിട്ടുണ്ടാവുമല്ലോ, അതിനെ ഒരു പരിധി വരെയൊക്കെ തന്നെ ഇല്ലേ നമുക്ക് അതിനൊരു ചേഞ്ചസ് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ഉണ്ടാവും? അത് ഞാൻ പറഞ്ഞ നമുക്ക് ആ ബ്രൈറ്റനിങ് എന്നുള്ളതാണ് ഒരു ഹെൽത്തിയർ പാർട്ട്. നമ്മുടെ ഇപ്പം എന്തായാലും മിഡിൽ ഏജ് ഒക്കെ ആവുമ്പോ എന്തായാലും നമ്മുടെ എന്താ പറയാ നമ്മള് പണ്ടൊന്നും നമ്മൾ അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് കാരണം ഫേസിൽ ഡർനെസ് വന്നിട്ടുണ്ടാകും, പിഗ്മെന്റഡ് സ്പോട്സ് ഫ്രെക്കിൾസ് വന്നിട്ടുണ്ടാകാം, അങ്ങനെയുള്ള അൺഈവൺ ടോണ് അതൊക്കെ ഉണ്ടാവും. യൂഷ്വലി ഒരു മിഡിൽ ഏജ് ഒക്കെ ആവുമ്പോ ഉണ്ടാകും. ഇനി കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ചിലപ്പോൾ കോളേജിൽ എന്തെങ്കിലും ഇവന്റിന്റെ ഭാഗമായിട്ട് ഒറ്റയടിക്ക് അങ്ങ് വെയിലത്ത് നിന്ന് ഫോട്ടോ പിഗ്മെന്റേഷൻ അടിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ തട്ടൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ നന്നായിട്ടുണ്ടാവും. തട്ടിട്ട ഭാഗത്ത് നോർമൽ സ്കിൻ ആയിരിക്കും, അല്ലാത്ത ഭാഗം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു സ്കിൻ ടോണിലേക്ക് അല്ലെങ്കിൽ അൺഈവൺ സ്കിൻ ടോണിലോട്ടൊക്കെ കൊണ്ടുപോകാം. അതൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഒരു പേഷ്യന്റ് ഇപ്പൊ ഒരു ചെറുപ്പത്തിലെ കാണുന്ന ഒരു സ്കിൻ ടോൺ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ പോയിട്ടാണ്. പക്ഷെ അവർക്ക് ഭയങ്കര അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആയിരിക്കും. എല്ലാവർക്കും ആ ഒരു ഫിലിം സ്റ്റാർ ആ ഒരു സെലിബ്രിറ്റീസിനെ പോലെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കാണാം, ഇങ്ങനെയുള്ള ഒരു ഫിലിം സ്റ്റാർ ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് അതില് മെയിൻ ആയിട്ട് എന്താ ഗ്ലൂട്ടാത്തയോൺ അങ്ങനെ കുറെ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയുള്ളത് തന്നെയാണോ? ഗ്ലൂട്ടാത്തയോൺ ഇഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇഫക്റ്റീവ് ഒക്കെ തന്നെയാണ് ഒരു പരിധി. ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത് അതൊരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ്. സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് പറഞ്ഞില്ല, ടാബ്ലറ്റ് ആയിട്ടുണ്ട്, പല ഫോർമുലേഷൻസിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോഡിയിൽ കുറെ ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അകത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അൺഹെൽത്തി ഫുഡിന്റെ ഭാഗമായിട്ട് അങ്ങനെ പലത്. അപ്പൊ അതൊക്കെയാണ് ഫേസിലും ഒക്കെ ഒരു ഡൾനെസ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് കൊടുക്കുമ്പം ആ ഒരു ഓക്സിഡേറ്റീവ് ഡാമേജിനെ കൗണ്ടർ ചെയ്തിട്ട് ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. സ്കിൻ ടോൺ സ്കിൻ കോംപ്ലക്ഷൻ ഒക്കെ അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എത്രത്തോളം കാലം ഗ്ലൂട്ടാത്തയോൺ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം കാലം അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ ശരിയാണെന്ന് എനിക്കറിയില്ല. ഈ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് പ്യൂരിഫൈങ് അങ്ങനെ ബ്ലഡ് പ്യൂരിഫൈ കൈൻഡ് ഓഫ് തന്നെ ആണ്, ആന്റി ഓക്സിഡന്റ് ആണത്.
ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞപ്പോ നമ്മള് ഫ്രൂട്ട്സിലൊക്കെ ആയാലും നമ്മൾ ഈ വൈറ്റമിൻ എ, സി, ഇ അതൊക്കെ ഒരു ആന്റി ഓക്സിഡൻസ് തന്നെയാണ്. അപ്പം അതിന്റെ ഒരു സ്ട്രോങ് കോൺസെൻട്രേറ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഗ്ലൂട്ടാത്തയോൺ ഉണ്ട് ഒരു ലെവലിൽ നിന്ന് നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. നമ്മുടെ ബോഡി തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നോർമലാണ്. ഇപ്പം നമ്മുടെ ബോഡിയിൽ ലിവറും ഒക്കെ തന്നെയാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്നുള്ള മോളിക്യൂൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മളൊരു ഹയർ കോൺസെൻട്രേഷനിൽ കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് അങ്ങ് നമുക്ക് മാനിഫെസ്റ്റ് ആയിട്ട് കാണുന്നു. അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്ന കേസ് അത് ഈ നമ്മൾ ഇപ്പം സ്കിൻ ടോണിന്റെ കളർ ആണെങ്കിലും അല്ലെങ്കിൽ മുഖത്തിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യും വെള്ളം കുടിക്കുന്നതിൽ. അങ്ങനെ ഉണ്ടാവും. ഈ സ്കിൻ കെയർ എന്നുള്ളത് വെറും ഒരു എന്താ പറയാ നമ്മള് കുറെ കാര്യങ്ങൾ പുരട്ടുക, കുറെ കാര്യങ്ങൾ പ്രൊസീജിയർ ചെയ്യാന്നുള്ളതല്ല സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. ഐഡിയലി അതൊരു ഓവറോൾ ആയിട്ട് നമ്മൾ കെയർ ചെയ്യണം. നമ്മുടെ ഉറക്കം, സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സ്ലീപ്പ് എന്നുള്ളത്. പിന്നെ ഭക്ഷണം, ഇത് നമ്മള് അകത്തേക്ക് എന്ത് പോകുന്നു അതിനാ പറഞ്ഞല്ലേ ഓക്സിഡേറ്റീവ് ഡാമേജ് നമ്മൾ അകത്തേക്ക് എന്ത് പോകുന്നു, പിന്നെ നമ്മളെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഒക്കെ ഓക്സിഡേറ്റീവ് ഡാമേജിന്റെ മേലെ ഉണ്ടാക്കും. മേലെ അതൊക്കെ ഉണ്ടാക്കും. ഫേസിൽ മാനിഫെസ്റ്റ് ചെയ്യും. നമ്മള് ചില ആൾക്കാർ പറയും എനിക്ക് എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോഴാണ് എന്റെ മുഖത്ത് പിഗ്മെന്റേഷൻ അങ്ങ് കൂടി വരെ എടുത്ത് കാണും. എന്റെ മുക്കിന്റെ മേലെ കറുപ്പ് എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോ വല്ലാതെ എടുത്ത് കാണും. അതൊക്കെ ശരി തന്നെയാണ്. ഒരു സ്ട്രെസ് വരുമ്പോൾ ബോഡിയിൽ നമ്മളെ മൈൻഡിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഒന്നും മാത്രമല്ല, ഒരുപാട് ചേഞ്ചസ് വേറെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മളൊരു റെഗുലർ സ്ലീപ്പ് എന്നുള്ളത് 7 to 8 hours സ്ലീപ്പ് എന്നുള്ളത് അത് ഒരു നേരത്തെ ഉറങ്ങി അതിലും വേറെ കുറെ ഹോർമോൺസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുമ്പോൾ സ്കിന്നും റെസ്റ്റും ആണ്. അതിൻ്റെതായ ചേഞ്ചസ് അതിലും റിഫ്ലക്ട് ചെയ്യും. വെള്ളം നന്നായിട്ട് അഡ്വക്കേറ്റ് എമൗണ്ടിൽ ഒരു 2 to 3 liters ഓഫ് വാട്ടർ നോർമലി കുടിക്കണം. ഇപ്പൊ ചൂട് കാലാവസ്ഥ നല്ലോണം സ്വെറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. മാത്രല്ല നമ്മള് ഫ്രൂട്ട്സ് അതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തണം. ഡയറ്റില് മാത്രല്ല അല്ലാതെ നമ്മൾ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം. ഇപ്പം എന്താ പറയാ നെല്ലിക്ക പോലത്തുള്ളതൊക്കെ വൈറ്റമിൻ സി ഭയങ്കരമായിട്ട് നന്നായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നാച്ചുറലി തന്നെ ഇങ്ങനത്തെ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പ്രൊഡക്ട്സിന്റെ ഇതിലല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ തന്നെ നമുക്ക് കുറെ ചേഞ്ച് ഉണ്ടാവും. ഇതിപ്പം ഈ ഷുഗർ ഒക്കെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത ആൾക്കാരനെ അവരെന്നെ പറയാറുണ്ട് 1 to 2 months ഞാൻ ഷുഗർ ഫ്രീ എടുത്തപ്പം എനിക്ക് തന്നെ ഒരു എനർജി ഫീൽ ചെയ്യും. ഈ ഗ്ലൂട്ടാത്തയോണൊക്കെ നമ്മളൊരു എടുക്കുമ്പോൾ ബ്രൈറ്റനിങ് ഉള്ളതിനേക്കാൾ നമുക്കൊരു കുറച്ചുകൂടെ ആക്റ്റീവ് എനർജറ്റിക് ഫീൽ ഉണ്ടാവും. അപ്പൊ നമ്മളത് എടുക്കുന്നത് നമ്മള് എന്താ പറയാ വൈറ്റനിങ് എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാവർക്കും ഒരേ റെസ്പോൺസ് കൊടുക്കാറില്ല. അത് കാരണം ഗ്ലൂട്ടാത്തയോണുള്ള റെസ്പോൺസ് ഭയങ്കര വേരിയഡ് ആണ്. ചിലര് ഒരു 1-2 മാസത്തിൽ തന്നെ നല്ലൊരു സ്കിൻ കോംപ്ലക്ഷൻ ചേഞ്ച് കാണാറുണ്ട്. ചിലർക്ക് 5-6 മാസം എടുത്താലും വലിയൊരു ചേഞ്ച് ഉണ്ടാവാറില്ല. അത് ഈ IV ഉണ്ട്, പിന്നെ ടാബ്ലറ്റ് ഉണ്ട്, ഓറൽ സ്പ്രേ ഉണ്ട്. പിന്നെ അതിന്റെ തന്നെ ഫോർമുലേഷൻസ്, അതിന്റെ കെമിക്കൽ ഫോർമുലേഷൻസിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ടാബ്ലറ്റ് ഒക്കെ എടുക്കുമ്പോൾ അത് നമ്മളെ വയറ്റിലെത്തി അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആയി പോകുന്നില്ല. കുറെയൊക്കെ അങ്ങ് പുറത്തേക്ക് അങ്ങ് പോവാണ്, എക്സ്ക്രീറ്റ് ആയി പോവാണ്. അപ്പം നന്നായിട്ട് അബ്സോർബ് ആവുന്ന ഫോം ഇപ്പം സബ്ലിംഗ്വൽ ഫോംസ് അല്ലെങ്കിൽ സ്പ്രേ ഫോർമുലേഷൻ ഒക്കെ ഒന്നുകൂടെ വായന്ന് കുറച്ചുകൂടെ നന്നായിട്ട് അബ്സോർബ് ആവും. IV ഫോർമുലേഷൻസും ഉണ്ട്, ആണ്. പിന്നെ IV ഫോർമുലേഷൻ ഒന്നും മെസ്സേജ് അങ്ങനെ അപ്രൂവ്ഡ് അല്ല. മറ്റ് ഇന്റേണൽ ഡിസീസസിന് വേണ്ടി ഗ്ലൂട്ടാത്തയോൺ കുറെ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിച്ചപ്പോഴാണ് ഇതിനും വൈറ്റനിങ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടിട്ടാണ് പിന്നെ അതൊരു കോസ്മെറ്റോളജി മാർക്കറ്റിലോട്ട് വന്നത്. അതേപോലെ ഇപ്പം പിമ്പിളിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു സ്പെസിഫിക് ഏരിയകളിൽ ഉള്ള പിമ്പിള് പൊട്ടിക്കരുത് എന്നുള്ളത് പറയുന്ന കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ട്രയാങ്കുലർ പാർട്ട്, നമ്മുടെ നോസ് ലിപ്സ് ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കുലർ ഏരിയ, അതിനെ ഡേഞ്ചറസ് ഏരിയ ഓഫ് ദ ഫേസ് എന്നും പറയും. കാരണം ഇവിടെയുള്ള ഒരു എന്താ പറയാ രക്തക്കൊഴലുകളുള്ള വീനസ് ഡ്രെയിനേജ് ബ്രെയിനിലെ വീനസ് സിസ്റ്റമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അപ്പം പിമ്പിൾസ് എന്നുള്ളത് പിമ്പിൾസ് മാത്രമല്ല, ചില ഫോളിക്കുലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് രോമക്കുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടത്തുള്ള ഹെയറിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് പിമ്പിൾസ് ഇല്ലാത്തവർക്കും വരാറുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ പെയിൻഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ പസ്റ്റ്യൂൾസ്. അപ്പം അത് പൊട്ടിക്കരുതെന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ട് നല്ല പെയിൻഫുൾ ആണ് അവിടെ. അപ്പം അത് നമ്മള് പൊട്ടിക്കുമ്പോൾ സ്ക്വീസ് ചെയ്യുമ്പോൾ ഇതൊരു ഇൻഫെക്ഷൻ ആണല്ലോ. അപ്പം അതങ്ങ് ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനിലോട്ട് പോയി അവിടെ ബ്രെയിനിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ഒരു റിസ്ക് ഉണ്ട്. അപ്പൊ ആ ഭാഗത്തുള്ളത് പ്രത്യേകിച്ചും നമ്മള് പൊട്ടിക്കരുത്. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്.
അതില് അധികം ആൾക്കാരും ചില ആൾക്കാരൊക്കെ സ്മെല്ല് നോക്കിയിട്ട് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന നല്ല സ്മെല്ലുണ്ട് എനിക്കിത് മതി അങ്ങനെ പറയുന്നത്. പൊതുവേ അത് ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടല്ല, ഷോപ്സിലൊക്കെ പോയിട്ട് നോക്കിയിട്ട് അങ്ങനെ ചൂസ് ചെയ്യുന്നതാണ്. അതേപോലെ ബേബി പ്രോഡക്ട്സിൽ തന്നെ മുന്നൊക്കെ ഉണ്ടായിരുന്ന നല്ല സ്മെല്ലില്ലാത്ത വരുന്നുണ്ട്. അപ്പൊ അതും നല്ലതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതൊരു ഘടകമാണോ സ്മെല്ല്? സ്മെല്ല് എന്നുള്ളത് ആ പ്രൊഡക്റ്റിന്റെ ഒരു എന്താ പറയാ അതിന്റെ എഫിക്കസിനെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. അത് നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ള കംഫർട്ട്, നമുക്കൊരു നല്ല സ്മെല്ല് വരുമ്പോൾ ഒരു സൂത്തിങ് ഫീല്, അതൊക്കെ കൊണ്ട് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ്. അപ്പം സ്മെല്ല് കൊടുക്കുന്നത് ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ആണ്. ഇപ്പം നോർമൽ സ്കിന്നായിരിക്കും അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സ്കിന്നായിരിക്കും ഫ്രാഗ്രൻസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പൊതുവെ സെൻസിറ്റീവ് സ്കിന്നുകാര് എന്ത് തൊട്ടാലും അലർജിയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഫ്രാഗ്രൻസ് എന്നുള്ളത് ഒരു അലർജൻ ആണ്. ഫ്രാഗ്രൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പണൻസ് അത് പ്രൊഡക്റ്റിന്റെ മറ്റ് എഫിക്കസി ഒന്നും അതിലൊരു റോളും ഉണ്ടാവില്ല. നമുക്ക് ആ സ്മെല്ല് തരിക എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ സെൻസിറ്റീവ് സ്കിന്നായ ഫ്രാഗ്രൻസ് ഉള്ള കോമ്പണന്റ് ഇല്ലാത്ത പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അവർക്ക് അലർജിക് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഫ്രാഗ്രൻസ് കോമ്പണന്റിനെ കൊണ്ട് മാത്രം. അതേപോലെ ഏജിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു 18 years ഓൾഡ് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് വരികയാണെങ്കിൽ ഒരു 35, then 40, 50 ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ സ്കിൻ കെയറിന് മറ്റേ പ്രോട്ടീൻ എങ്ങനെ വരും ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞ 3 കോമ്പണൻസ് എല്ലാ ഏജിനും ആണ്: ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ. അപ്പം ഏജ് മാറുന്നതിനനുസരിച്ച് ഇതിൽ ഓരോന്നിന്റെയും ആ ഒരു ടൈപ്പ് മാറി വരും, ഫോർമുലേഷൻ മാറി മാറി വരും. കാരണം ഏജ് മാറുന്നതിനനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഓയിലി സ്കിന്ന് ഡ്രൈ ആയി മാറും, പിന്നെ ഫ്ലേക്കി ആയിട്ട് മാറും, പിന്നെ റിങ്കിൾസ് വരും, അങ്ങനെ ചേഞ്ചസ് വരാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇത് പ്രോഡക്ട്സ് മാറ്റി അതിന്റെ ഫോർമുലേഷൻ അതാണ്. നമ്മളൊരു ഇപ്പൊ ഒരു 18-20s തന്നെ റെറ്റിനോൾ അങ്ങനത്തെ കോമ്പണൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ആന്റി ഏജിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മോയ്സ്ചറൈസറിലാണെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ് എന്നുള്ള കോമ്പണന്റ്. അപ്പം ഈ റെറ്റിനോൾ എന്നുള്ളത് അതിന്റെ പെർസെൻറ്റേജ് അനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ ഒരു റിസൾട്ടും വേരി ചെയ്യും. അപ്പം ചെറിയൊരു ഏജ് ഗ്രൂപ്പ് 18-20 ഏജ് ഗ്രൂപ്പിൽ ചെറിയ പെർസെൻറ്റേജ് റെറ്റിനോൾ അതിന്റെ ഫ്രീക്വൻസി once or twice in a week, thrice in a week അങ്ങനെ യൂസ് ചെയ്യാം. ഏജ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത്, അതിന്റെയും റെറ്റിനോൾ ഉണ്ട്, റെറ്റിനാൽ ഉണ്ട്, ഓരോന്നിന്റെയും എഫിക്കസി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ പെർസെൻറ്റേജും അതിന്റെ ഇതും കൂട്ടി കൂട്ടി കൊണ്ടുവരും. റെറ്റിനോൾ ആണ് നമ്മൾ ഈ ആന്റി ഏജിങ്ങിലായിട്ട് മെയിനായിട്ട് പറയുന്ന ഒരു ഇഫക്റ്റീവ് ആയിട്ട് വിസിബിൾ ചേഞ്ച് തരുന്ന. അപ്പൊ അത് നമ്മള് ഈ റിങ്കിൾസ് ഒന്നും വന്ന് കണ്ടു തുടങ്ങിയതിന് ശേഷം യൂസ് ചെയ്യുന്നതിൽ നല്ലത് ഓൾവേസ് പ്രിവെൻഷൻ ആണ് നല്ലത്. ചെറിയ ഏജിലെ ചെറിയ പെർസെന്റേജിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പൊ നമുക്കത് ആ ഒരു സ്കിന്നിന്റെ യൂത്ത് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ കുറെ ആൾക്കാർ ഫിലിം സ്റ്റാർസിനെ കണ്ടിട്ട് അതുപോലെ ആവണം, അധികം ഇപ്പം പരസ്യങ്ങളിൽ വരെ തന്നെ ആണല്ലോ, പക്ഷെ അതില് ആ ക്രീം ഉപയോഗിച്ചുകൊണ്ട് മാത്രം അതേപോലെ ആവും എന്നിപ്പം ഉണ്ടോ? അതോ ഇവരൊക്കെ ഇപ്പം ചിലപ്പം വേറെ ട്രീറ്റ്മെന്റ്സ് ബാക്കിൽ കൂടെ ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ ഒരു ക്രീംസ് മാത്രമല്ല, ഫിലിം സ്റ്റാർസ് എന്നുള്ളത് മോസ്റ്റ്ലി മേക്കപ്പ് ഇട്ടിട്ട് ഉള്ള ഒരു അപ്പിയറൻസ് ആണ്, മേക്കപ്പ് ഫിൽറ്റേഴ്സ് അങ്ങനെ പലതും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഇപ്പോഴത്തെ യൂത്ത് കുറച്ച് ബ്ലൈൻഡ്ലി ഫോളോയിങ് ആണ്. ഇപ്പം ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫുൾ ടൈം ഇവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം പിന്നെ നമ്മളെ ഫേസ് മിററിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഹെൽത്തി സ്കിന്നുള്ള കുട്ടികൾക്ക് പോലും ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. നമ്മുടെ അടുത്ത് പേരൻസിനെയും കൂട്ടി വരാറുണ്ട്. ഞാൻ അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റണമെന്നും ഉണ്ടാവില്ല. നല്ല സ്കിന്നായിരിക്കും, പക്ഷെ അവർക്ക് ഒരു കോൺഫിഡൻസും ഉണ്ടാവില്ല. ഞാൻ പറയും ഇപ്പൊ ഇത്രയും ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കാൻ മാത്രം സ്കിന്നിൽ ഒരു ഇംപെർഫെക്ഷനും എനിക്ക് കാണാനില്ല. ഫ്രം ഡെർമറ്റോളജിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എനിക്കൊന്നും കാണാനില്ല. ഞാൻ പറയും നിങ്ങൾ അങ്ങനെ വല്ലാതെ അതിനെ കുറിച്ച് ആലോചിക്കരുത്. നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തിയാണ്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പറഞ്ഞു കൊടുക്കും, സേഫ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അതൊക്കെ അഡ്വൈസ് ചെയ്യും. ചില കുട്ടികൾ നമുക്ക് വിഷമം, അവർ റിപ്പീറ്റഡ്ലി വരും ക്ലിനിക് വന്നുകൊണ്ടിരിക്കും എവറി മന്ത്. ഭയങ്കര നമുക്ക് വിഷമം തോന്നും അവരാ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡും കാണുമ്പോൾ. നമ്മൾ അവരെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാറാണ് സാധാരണ ചെയ്യാറ്, പറഞ്ഞ് സംസാരിച്ചിട്ടും. എക്സ്ട്രീം കണ്ടീഷൻ നമുക്ക് ചിലപ്പോൾ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങോ അങ്ങനെയൊക്കെ വേണ്ടി വരും. ചിലർക്ക് ഭയങ്കരമായ ഒരു സൈക്കോളജിക്കൽ ലെവലിലോട്ടുള്ള ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അതേപോലെ ഇപ്പം വിമൻസിനെ സംബന്ധിച്ചിടത്തോളം മേക്കപ്പ് പ്രോഡക്ട്സ് അത് ഉപയോഗിക്കുന്നതിൽ
ഇപ്പം കുറെ ആൾക്കാർ, ചില ആൾക്കാർക്ക് ചില പ്രോഡക്ട്സ് പറ്റും, ചില ആൾക്കാർ അത് ഉപയോഗിക്കുമ്പോൾ റിയാക്ഷൻസ് വരുന്നതാണ്. അപ്പം ഇത് ഉപയോഗിക്കണേക്കാൾ മുന്നേ ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. മെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് അങ്ങനെ മേക്കപ്പ് പ്രോഡക്ട്സ് ഇല്ല. മേക്കപ്പ് പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഇതുപോലെ ടിൻറ്റഡ് സൺസ്ക്രീൻസ് ഉണ്ട്, കൺസീലർ അതിനൊക്കെ പകരം യൂസ് ചെയ്യാൻ പറ്റിയ, ടിൻറ്റഡ് ലിപ് ബാംസ് ഉണ്ട്, ലിപ്സ്റ്റിക്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ. അപ്പം മേക്കപ്പ് പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി നോ എന്ന് പറയേണ്ട കാര്യമില്ല. സ്കിന്നിന് ഡാമേജിങ് ആണോ ആ ഒരു രീതിയിൽ കംപ്ലീറ്റ്ലി നോ എന്നല്ല മേക്കപ്പ് പ്രോഡക്ട്സ്. സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഒക്കേഷൻ അനുസരിച്ച് മേക്കപ്പ് യൂസ് ചെയ്യാന്നുള്ളതാണ്. എപ്പോഴും ഹെവി മേക്കപ്പ് യൂസ് ചെയ്താൽ ഉറങ്ങുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ഡബിൾ ക്ലെൻസിങ് എന്നുള്ളത് ചെയ്യാന്നുള്ളതാണ്. ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറും ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ രണ്ടും ഉപയോഗിച്ചാൽ അപ്പോഴേ ഒരു മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവുള്ളൂ. ചില മേക്കപ്പ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറിൽ റിമൂവ് ആകപ്പെടുന്നതായിരിക്കാം, ചിലതിന് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് വേണ്ടി വരും. അപ്പൊ മേക്കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലെൻസിങ് എന്നുള്ളത് ചെയ്യൽ നല്ലതാണ്. ഫംഗ്ഷനൊക്കെ പോയപ്പോ അങ്ങനെ ബെഡിലോട്ട് കയറി കിടക്കുന്ന ഒരു ഇതുണ്ട്, അതൊക്കെ എന്തായാലും നോ തന്നെയാണ്. പിന്നെ എപ്പോഴും ഈ നല്ല ഹെവി ഷെയ്ഡ്സിലെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. ബ്രാൻഡ് ഒരു ഘടകമാണോ, ലൈക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഘടകമാണ്. അതിനുള്ള പ്രോഡക്റ്റിന്റെ ആ ഒരു ക്വാളിറ്റി എന്തായാലും ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. ബ്രാൻഡ് ഒരു ഘടകമാണ്. ഈ ലിപ്സ്റ്റിക് മെയിൻ ആയിട്ട് ഈ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് പ്രശ്നമായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് യൂസേജ് ഉള്ള കളർ ചേഞ്ച് വരും, നമ്മളൊരു നാച്ചുറൽ കളർ പോകുന്നുണ്ട്. ചില ഇപ്പോഴത്തെ കുട്ടികള് ചെറിയ പ്രായത്തിൽ പ്ലസ് ടു ലെവൽസിലെ കുട്ടികള് ഇപ്പം ഒരു 2 years ഓൾഡിൽ തന്നെ പിള്ളേര് കണ്ടിട്ട് എനിക്കത് വേണം ഇത് വേണം എന്ന് ചോദിക്കുന്ന ഒരു ഇത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഡെയിലി യൂസേജ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ ആ ഒരു ഏജ് മുതലാണ് ഇവര് ഡെയിലി ലിപ്സ്റ്റിക് അത് ഹെവി ഷെയ്ഡാ യൂസ് ചെയ്യുക. അപ്പം പിന്നെ കുറെ കാലം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാണ്ടിരിക്കുമ്പം അവര് തീരെ അവരെന്നെ പറയും ലിപ്സ്റ്റിക് എന്നെ കാണുമ്പോ എല്ലാരും ചോദിക്കും നിന്ന് കുളിച്ചില്ലേ, എന്താ ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുന്നത്. പോരാത്തതിന് കുറെ കാലം ലിപ്സ്റ്റിക് യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ലിപ്പ് ഹൈപ്പർ പിഗ്മെന്റേഷനിലോട്ട് പോകുന്നുണ്ടോ. കാരണം ഈ ലിപ്സ്റ്റിക് എല്ലാം നമ്മൾ അതിന്റെ കണ്ടന്റ് ബാക്കിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കുറെ ഹെവി മെറ്റൽസ് ഉണ്ട്, ലെഡ്, മെർക്കുറി, അതൊക്കെയാണ് റെഡ് കളർ ഡാർക്ക് റെഡ് കളർ കൊടുക്കുന്നത്. അത് അപ്പൊ അതൊക്കെ ഇതായിട്ട് വരുമ്പോൾ ക്രോണിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ലിപ്പിന്റെ ഷെയ്ഡ് പെർമനന്റ് ആയിട്ട് ഡാർക്ക്നെസ്സിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെടുത്ത് എനിക്ക് പറയാനുള്ളത് ഡെയിലി യൂസേജിന് ടിൻറ്റഡ് ലിപ് ബാംസോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡ്സോ യൂസ് ചെയ്യുക. വല്ലപ്പോഴും നിങ്ങൾക്ക് ഹെവി ഷെയ്ഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ വല്ലപ്പോഴും യൂസ് ചെയ്യാം, ഇവന്റ്സിനും ഒക്കേഷൻസിനൊക്കെ ആയിട്ട്. ചെറിയ മക്കൾക്ക് മക്കൾക്ക് മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാത്തത് തന്നെ ആയിരിക്കും നല്ലത്. ചോദിക്കും ചില ആൾക്കാർ വന്ന് ചോദിക്കണ ചെറിയ മക്കൾക്ക് പറ്റിയ മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ടോ, അതൊന്നും നമുക്ക് റെക്കമെൻഡ് ചെയ്യാതിരിക്കാൻ. അതേപോലെ ഇപ്പം വിമന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ബോയ്സ് ആണെങ്കിൽ കൂടെ മുന്നൊക്കെ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒരു ഒരു ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ട് കഴുകി മുടി ചെയ്ത് പോവാന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ബോയ്സ് ഒക്കെ ഈ ഒരു കാര്യത്തില് ബോയ്സും അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആവും. അപ്പൊ നമുക്ക് ബോയ്സിന് ഒരു ലൈക്ക് ഗേൾസ് അല്ലാതെ ബോയ്സിനായിട്ട് സെപ്പറേറ്റ് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? പറഞ്ഞ സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഗേൾസിനും ബോയ്സിനും ബാധകമാവുന്ന സ്കിൻ കെയർ റൂട്ടീൻസ് തന്നെയാണ്. ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ പണ്ട് ബോയ്സ് തീരെ അവെയർ അല്ലായിരുന്നു, ഇപ്പൊ ബോയ്സിലും അവയർനെസ് വന്നു എന്നുള്ളത് ആകെ ഡിഫറൻസ് ഉള്ളൂ. അതല്ലാതെ മറ്റ് റൂട്ടീൻ കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും സ്കിന്ന് ബോയ്സിന് കുറച്ചുകൂടെ ഒരു കട്ടി ഒരു ഇതുള്ള ടൈപ്പ് ലേയേഴ്സ് ഓഫ് സ്കിൻ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. മാർക്കറ്റില് കാണാമല്ലോ ചില പ്രോഡക്ട്സ്. അത് രണ്ടാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തന്നെയാണോ നല്ലത്? അത് മോസ്റ്റ്ലി രണ്ടുപേർക്കും യൂസ് ചെയ്യാവുന്നത് തന്നെയാണ്. അങ്ങനെ ചില സ്കിൻ ടൈപ്പ് അനുസരിച്ച് രണ്ടുപേർക്കും ഓൾമോസ്റ്റ് സിമിലർ പ്രോഡക്ട്സ് തന്നെയാണ്. പിന്നെ ബോയ്സിനെ കുറച്ച് സൺ എക്സ്പോഷർ, 2 വീലേഴ്സ് അതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് കുറച്ച് അധികമായിരിക്കും. അപ്പം കുറച്ചുകൂടെ SPF അധികമുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. അവർ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങും അതൊന്നും ഉപയോഗിക്കാൻ അവർ വലിയ വില്ലിങ്നെസ് ഉണ്ടാവില്ല. അത് ഞാൻ ഇപ്പം നേരത്തെ ചോദിക്കാൻ പറ്റുമ്പോൾ ഇപ്പം പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ വന്നു കഴിഞ്ഞാല് നമുക്ക് ടാൻ അടിച്ചിട്ട് നമുക്ക് ഇപ്പം റിമൂവ് ചെയ്താൽ തന്നെ കാണാം രണ്ട് കളറായിട്ട് തന്നെ ഇതാ. അത് ഇപ്പൊ ടാൻ അടിച്ചത് പോവാൻ ഇങ്ങനെ നമുക്ക് അതിനെ അടിച്ചത് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്തുകൊണ്ട് ടാൻ അടിച്ചോ ആ ഒരു ഫാക്ടർ ആദ്യം അഡ്രസ് ചെയ്യണം. അതായത് സൺ എക്സ്പോഷർ കൊണ്ടാണ് ടാനിങ് വരുന്നത്. അപ്പം
ക്ലോത്ത്സ് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ളത് ഇടുക. അതുവരെ ഞാൻ പറയുന്നതാണ് മെയിൽ പേഷ്യൻസിന്റെ അടുത്ത്, നിങ്ങൾ ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ളത് യൂസ് ചെയ്യണം. കയ്യിലൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിന്റെ കറക്റ്റ് എമൗണ്ടിലും കറക്റ്റ് ഫ്രീക്വൻസിയിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലൊരു ഇതുണ്ടാവും, നമ്മൾ ആ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഇത് നമുക്കൊരു കോൺഫിഡൻസ് മനസ്സിലുണ്ടാവും. പക്ഷെ അത് നമുക്ക് അത്രക്ക് പ്രൊട്ടക്ഷൻ തരൂല്ല. അപ്പൊ അതിലും നല്ല നമ്മള് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് യൂസ് ചെയ്യാൻ, റിട്ടേൺ ആയിട്ട് നമുക്ക് ലോഷൻസ് അപ്ലൈ ചെയ്യാനുണ്ട്. പിന്നെ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫേസിൽ ചെയ്യുന്ന ഏത് പ്രൊസീജിയേഴ്സും ഫോർ ആംസിലും ബോഡിയിൽ എവിടെയും ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ഈ പറഞ്ഞ ഫേസിൽ ചെയ്യുന്ന ഡീറ്റാൻ പ്രൊസീജിയർ തന്നെ നമുക്ക് ബോഡിയിൽ എവിടെയും ചെയ്യാം ഡീറ്റാൻ. അതിന് വലിയ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ ചില ആൾക്കാരുടെ കഴുത്തിന് ചുറ്റും ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതാണ്, പിന്നെ ചെറിയ ചെറിയ പിമ്പിൾസ് പോലെ അങ്ങനെ വരുന്നതാണ്, പിന്നെ നെറ്റിയില് ഒരു ബ്ലാക്ക് കളർ അങ്ങനെ വരുന്നതാണ്. അത് എങ്ങനെ, എന്തുകൊണ്ട് വരുന്നു? ഇത് യൂഷ്വലി അത് കൂടുതൽ കണ്ടുവരുന്നത് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇപ്പൊ ടീനേജേഴ്സിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫോണിന്റെയും ടിവിന്റെയും സ്ക്രീൻ ടൈം ഒക്കെ കൂടിയത്. അത് മെയിൻ എല്ലാരും വിചാരിക്കുന്നത് നമ്മുടെ ഹൈജീൻ കുറഞ്ഞത് കൊണ്ട് കുളിക്കുമ്പോ വൃത്തിയിൽ അത് കഴുകാത്തോണ്ട് വരുന്ന ഡേർട്ട് അക്യുമുലേഷൻ ആണെന്നാ കുറെ പേര് വിചാരിച്ചു. അങ്ങനെ റഫായിട്ടുള്ള നമ്മൾ വല്ലാതെ സ്ക്രബ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ആ പിഗ്മെന്റേഷൻ കൂട്ടുക ചെയ്യുക. അത് ഫ്രിക്ഷണൽ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഉണ്ടാക്കും. അത് ആൾക്കാർ വല്ലാതെ സ്ക്രബ് ഇട്ട് ചെയ്യുമ്പോൾ അത് ആക്ച്വലി അത് സ്കിന്നിന്റെ പുറത്തുള്ള പിഗ്മെന്റേഷൻ അല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കിന്നിന്റെ ലെയേഴ്സിന് തിക്നെസ് കൂടുന്ന ഒരു കണ്ടീഷനാണ് അത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. അപ്പൊ അതിന്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞ ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്. അത് ഇപ്പോഴത്തെ കുട്ടികൾ അധികം പേര് പറഞ്ഞ പോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഫുൾ ടൈം സ്ക്രീനാണ്, പിന്നെ ഫാസ്റ്റ് ഫുഡ്, അങ്ങനത്തെ ബേക്കറി, അങ്ങനെ ഒബിസിറ്റിയിലോട്ടേക്ക് ലീഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈലാണ്. അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാവും. തടി കൂടിക്കഴിഞ്ഞാൽ ഈ തടി കൂടുന്നെന്ന് പറയുന്നത് ഒബിസിറ്റിയിലോട്ട് പോകുന്നതാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ലെവൽസ് കൂടും. നമ്മുടെ ബോഡി നോർമലി ഉണ്ടാക്കുന്ന ഇൻസുലിനെ കൊണ്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാതെ വരും. നമ്മുടെ ബോഡിയിൽ അസച്ച് ഇൻസുലിൻ ലെവൽസ് കൂടും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷനാണ്. അതന്നെയാണ് ഇതിന്റെ മെയിൻ കോസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിന്റെ മെയിൻ റീസൺ. അപ്പൊ അത് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് ഉണ്ടാകാം, പൊണ്ണത്തടിയിലോട്ട് നീങ്ങാമെന്നൊക്കെ ഉള്ള ഒരു ഇൻഡിക്കേറ്റർ ആണത്. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് ഉണ്ടാക്കണം. പിന്നെ ഈ പറഞ്ഞ അതിന്റെ റീസൺ അത് സ്കിൻ തിക്നെസ് കൂടി എന്നുള്ളതാണല്ലോ അതിന്റെ റീസൺ പറഞ്ഞത്. സ്കിൻ തിക്നെസ് കുറയാനുള്ള ക്രീംസ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡിഫറൻസ് വരും. പക്ഷെ ലൈഫ് സ്റ്റൈൽ നമ്മൾ അഡ്രസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്താന്നുള്ളത് അപ്പൊ അത് വ്യത്യാസം വരുന്നുണ്ട്. ലൈഫ് സ്റ്റൈല് പിസിയോടുള്ള ആൾക്കാർ വെയിറ്റ് റിഡക്ഷൻ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൽ ചേഞ്ച് വരുന്നുണ്ട്. അത് കഴുത്തിൽ മാത്രമല്ല, അല്ലാതെ കൂടുമ്പോൾ നെറ്റിയിലോട്ട്, കക്ഷത്തിന്റെ ഭാഗത്ത്, തൊടയുടെ മടക്കിലും ഒക്കെ ഉണ്ട്. അതൊരു ഒരു ഗ്രേഷ് ബ്ലാക്ക്, ഒരു വെൽവെറ്റി ലുക്കാണ് ഉണ്ടാവുക. ഇത് പിന്നെ ഇത് കൂടുമ്പോൾ ചിലർക്ക് സ്കിൻ ടാക്സ് ഒക്കെ അതിന്റെ കൂടെ കൂടും. സ്കിൻ ടാക്സ് എന്നാ പറയുന്നത്, നേരത്തെ പറഞ്ഞല്ലോ പിമ്പിൾസ്. അത് ഇൻഫാക്ട് അത് സ്കിൻ ടാക്സ് എന്നുള്ളതാണ്. അത് നമുക്ക് എന്തായാലും പ്രൊസീജിയേഴ്സ് തന്നെ ചെയ്യാം സ്കിൻ ടാക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി. ചെറിയൊരു RF കോട്ടറി അല്ലെങ്കിൽ ലേസർ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്കിൻ ടാക്സ് വെരി ഈസിലി റിമൂവ് ചെയ്യാം. ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ല. അതൊരു എത്ര എക്സ്പെൻസീവ് ആയിട്ടുണ്ട്, അതിന്റെ റേഞ്ച് ഒരു 1500 ആ ഒരു റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഏതൊക്കെ ഭാഗങ്ങളാണ് എത്ര എക്സ്പെൻസീവ് ആയിട്ടുണ്ട് എന്നനുസരിച്ചാണ് പിന്നെ അത് അങ്ങോട്ട് പോവാം. നോർമലി ഇപ്പം ഡോക്ടർ എങ്ങനെ ക്രീം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അത് പോവാതെയുള്ള കാര്യങ്ങൾക്കാണോ ഈ പ്രൊസീജിയേഴ്സ് ആയിട്ട് മൂവ് ചെയ്യാറ്? അതേപോലെ ചില സ്കിൻ കണ്ടീഷൻസ് നമുക്ക് എത്ര ക്രീം പുരട്ടിയാലും ഡിഫറൻസ് വരില്ല. അതിന് പ്രൊസീജിയർ തന്നെയാണ് ഫസ്റ്റിലെ പോകാനുള്ളത്. അതിന് ക്രീമൊന്നും പുരട്ടിയാൽ വ്യത്യാസം ഉണ്ടാവാനില്ല. ഈ പറഞ്ഞ പോലെ സ്കിന്നിന്റെ പുറത്ത് കാണുന്ന TPN, സ്കിൻ ടാഗ്, പിന്നെ മൂക്കുരുവിന്റെ കുഴിന്റെ പാടുകള്, അങ്ങനത്തെ അതിനൊന്നും എന്തായാലും നമ്മള് കാര്യമില്ല. അതിനൊക്കെ നമുക്ക് വെറുതെ ടൈം പുരട്ടി ടൈം വേസ്റ്റ് ചെയ്യാതെ ചില പ്രൊസീജിയേഴ്സിലോട്ട് തന്നെ പോകുന്നത് തന്നെയാണ് നല്ലത്. അതാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. എന്തായാലും ക്രീംസിന് എന്തായാലും ഒരു കോസ്റ്റ് ഉണ്ട്, റിസൾട്ട് ഉണ്ടാവില്ല. ആൾക്കാരും ചിലപ്പം ഈ പ്രൊസീജിയേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ ഒറ്റ കോസ്റ്റ് വെച്ച് നോക്കും. മറ്റേതാണ് കുറെ ഉപയോഗിക്കുന്ന ഒരു 3-4 പ്രാവശ്യം ഉപയോഗിക്കുന്ന വെച്ച് നോക്കുമ്പോൾ അത് ഇവിടെ കോസ്റ്റ് എഫക്റ്റീവ് പറഞ്ഞ പ്രൊസീജിയേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചില കണ്ടീഷൻസ് അനുസരിച്ച് അത് വേരി ചെയ്യും. ഇതിലിപ്പം പ്രൊസീജിയേഴ്സ് ആയിട്ട് പറഞ്ഞല്ലോ നമ്മൾ. അപ്പൊ അതില് ഇപ്പൊ ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അങ്ങനെ കുറെ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. അതിൽ കുറെ ആൾക്കാർക്ക് ഈ ലേസർ ഒക്കെ ചെയ്യുമ്പോൾ പുള്ളി പോവാന്ന് പേടി ഉണ്ട് അതിനെ കുറിച്ച്. അതില് എന്താണ് ഡോക്ടർക്ക്
പറഞ്ഞു കൊടുക്കാൻ? ലേസറിങ് ചെയ്യുമ്പോൾ പൊള്ളിപ്പോന്നുള്ളതിനേക്കാൾ അവര് പേടിക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും ഡാമേജ് വരുമോ, അതെല്ലാം ലോങ് ടേം കുറെ കാലം കഴിഞ്ഞിട്ട് സ്കിന്നിൽ മറ്റ് ക്യാൻസേഴ്സോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കണ്ടീഷന് വേണ്ടി ലേസർ എന്നുള്ളത് നമ്മളൊന്ന് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ അയ്യോ ലേസറോ അത് വേണ്ട, അതിനെ കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പേടിയാണ് അവർക്ക്. അപ്പൊ ഇപ്പൊ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ലേസേഴ്സ് എന്നുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് ഹെയർ റിമൂവലിനെ ലേസറാണ് യൂസ് ചെയ്യുന്നത്. ഹെയർ റിമൂവലിനെ ലേസറാണ് മെയിൻ ഓപ്ഷൻ ഉള്ളൂ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ. പിന്നെ പിഗ്മെന്റേഷന് വേണ്ടി ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, സ്കാർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസേഴ്സ്, പിന്നെ ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലേസറിന്റെ ഇൻഡിക്കേഷൻസ്. അപ്പം നമ്മളിപ്പോ ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ലേസറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഹെയർ റിമൂവലിന് ആ ഹെയറിന്റെ ബ്ലാക്ക് പിഗ്മെന്റിൽ മാത്രം പോയി വീണ് ആ ഹെയറിന്റെ റൂട്ടിനെ മാത്രം കരിക്കുന്ന കൈൻഡ് ഓഫ് ലേസറാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പം പിഗ്മെന്റേഷൻ കുറക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ഒരു മെലാനിന്റെ മേലെ പോയി വീണ മെലാനിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അങ്ങനെ. സ്കാർ ആണെങ്കിൽ നമ്മള് സ്കാറിൽ മെയിൻ ആയിട്ട് നമ്മൾ സ്കിന്നിലെ വാട്ടർ കണ്ടന്റിന്റെ മേലെ പോയി അവിടെ അങ്ങനെയാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ ഓരോന്നിനും അതിനെ മാത്രം ലക്ഷ്യം വെച്ച് കൊണ്ടുള്ള ലേസേഴ്സ് ആണ് ഉള്ളത്. അപ്പം അത് മറ്റൊരു ഭാഗത്ത് വീണു എന്ന് വിചാരിച്ച് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പിന്നെ ഫേസിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഐസാണ്. കാരണം ഐസിലായാലും ഈ പറഞ്ഞ പോലെ പിഗ്മെന്റും അതൊക്കെ ഉണ്ടാവും. ഐസിനുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എല്ലാ ലേസർ പ്രൊസീജിയറും ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പം ഒന്നിനും ലോങ് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയിൽ പിന്നീട് ഉണ്ടായേക്കാവുന്ന സൈഡ് എഫക്ട്സ് ഒന്നും നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ലേസേഴ്സിന് ഇല്ല, ഈ പറഞ്ഞ ലേസേഴ്സിനൊന്നും ഇല്ല. പിന്നെ ചെയ്ത് കഴിഞ്ഞ പാടെ ഒരു 1-2 ദിവസം മൈൽഡ് റെഡ്നെസ്, ഇപ്പൊ സ്കാറിന്റെ ലേസറൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഫൈൻ സ്കാബ് പോലെ വീണ് പൊട്ടിയാലൊക്കെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു സ്കാബ് പോലെ അതൊക്കെ മോസ്റ്റ്ലി 1 to 2 days up to 1 week 10 days. അതിന്റെ അപ്പുറത്ത് എന്തായാലും അതിന് ഡൗൺ ടൈം എന്നാ പറയാം. നമ്മള് സൈഡ് എഫക്ട് എന്നല്ല പറയാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന് ശേഷം ഉണ്ടാകുന്ന ഡൗൺ ടൈം. സൈഡ് എഫക്ട് എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസേഴ്സ് ഒന്നും തന്നെ അങ്ങനെ ഡാമേജിങ് അല്ല. പക്ഷെ പറഞ്ഞ പോലെ ബേൺസ് എന്നുള്ളത് നമ്മള് ഇപ്പം ഈ ലേസർ എന്നുള്ളത് പല ക്വാളിറ്റിയിൽ വരുന്ന ലേസേഴ്സ് ഉണ്ട്. മെഷീന്റെ ക്വാളിറ്റി പല സെന്റേഴ്സിലും ഇപ്പം ബേസ്ഡ് ആയിട്ടല്ലാത്ത ചെറിയ ചെറിയ സെന്റേഴ്സിൽ പോലും പല കൈൻഡ് ഓഫ് ലേസേഴ്സ് ഉണ്ട്. അപ്പം അത് നമുക്കിപ്പം ഉറപ്പ് പറയാൻ പറ്റില്ല അതിന്റെ റിലയബിലിറ്റി ആ ഒരു മെഷീന്. കാരണം ചില മെഷീനൊന്നും അങ്ങനെ റിലയബിൾ എനർജി ആയിരിക്കും ഡെലിവർ ചെയ്യുന്നത്. അപ്പം ആ ഒരു മെഷീന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. ചെയ്യുന്ന ആൾക്കാർ എത്ര എനർജി സെറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം അതിപ്പോ എന്തായാലും നല്ലൊരാളെടുത്ത് നല്ലൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ഏത് പ്രൊസീജിയേഴ്സും നമ്മള് ചെയ്യാവുള്ളൂ. ഇപ്പം ലേസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ചെറിയ ചെറിയ ബ്യൂട്ടി പാർലേഴ്സിലും എല്ലായിടത്തും ഉണ്ട്. അതില് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനും അവർ യൂസ് ചെയ്യുന്ന മെഷീനും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആരോ പറഞ്ഞ പോലെ ഞാനേ ഉറുമ്പ് തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറയുന്ന പോലത്തെ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അത് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അപ്പൊ അതെന്തായാലും ഒരു ഫാക്ടറാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എവിടെ പോയി ആരുടെ കീഴിൽ ചെയ്യുന്നുള്ളത് അത് ശ്രദ്ധിക്കണം നമ്മള്. അതേപോലെ നേരത്തെ കഴുത്തിന്റെ സൈഡിലെ കറുപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, അതില് ഫുഡിന്റെ തടി ഒരു കൊണ്ടുവരിക എന്നുള്ളത് പറഞ്ഞു. അതില് എന്താ കൂടുതലായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതിന്റെ മേജർ പെത്തോളജി എന്ന് പറയുന്നത്. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, പിന്നെ ഡയബറ്റിക് പ്രോൺ ആയിട്ടുള്ള ആൾക്കാര്. അപ്പം നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, ഫുഡില് നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ ഒഴിവാക്കുക. അതായത് അരിഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നത്, കൂടുതൽ മധുരമുള്ളത്, മൈദ പോലുള്ള അങ്ങനെ പ്രോസസ്ഡ് ഫുഡ് അതൊക്കെ ഒഴിവാക്കുക. കുറച്ചുകൂടെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക. വെജീസ്, ഫ്രൂട്ട്സ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള. ഇതൊന്നും ഇപ്പൊ എല്ലാവരും അവെയർ ആണ് ഇങ്ങനത്തെ ഡയറ്റിനെ കുറിച്ചൊക്കെ. എല്ലാവരും അവെയർ ആണ് ഡയറ്റ് പ്ലാനൊക്കെ. പക്ഷെ ആരും അത് ഫോളോ ചെയ്യാൻ ഒരു ഇൻഹിബിഷൻ ആണ് എല്ലാവർക്കും. അപ്പം ഒറ്റയടിക്ക് അങ്ങ് സ്ട്രിക്റ്റ് ഡയറ്റിലോട്ട് പോവാതെ ഗ്രാജുവലി മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് നമ്മുടെ ലൈഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരു കണ്ടീഷനാണ്. ഈ ഒരു സമ്മർ സീസണിൽ പൊതുവെ ആണുങ്ങളിലാണെങ്കിലും ലേഡീസിലാണെങ്കിലും സ്വെറ്റിംഗ് ഒരു ഘടകമാണ്. അപ്പൊ അതില് ഈ അണ്ടർ ആംസിൽ സ്മെല്ല് വരിക എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് പറയാം.
അതിന് നമുക്ക് എങ്ങനെ അതിനുള്ള സൊല്യൂഷൻ? ഈ അങ്ങനത്തെ ഭാഗങ്ങളിലായാലും സ്വെറ്റിങ്ങിന്റെ കൂടെ തന്നെ ആയാലും ഒരു ഓർഡറും കൂടെ വരുന്നത് ഒരു ബാക്ടീരിയൽ ഗ്രോത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ്. അപ്പം ഹെയർ ഫോളിക്കിൾ എന്നുള്ളത് എപ്പോഴും അതിന്റെ ചുറ്റോടും കുറച്ച് ബാക്ടീരിയാസും അതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഹെയർ റിമൂവ് ചെയ്താൽ കുറച്ചൊക്കെ അതിലൊരു നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് ഈ ഒരു ബാറ്റ്സ്മാന്. അപ്പം അത് ഹെയർ റിമൂവലിന് മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഷേവിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ വാക്സിങ് എന്നുള്ളത്. അപ്പൊ ഷേവിങ് നമ്മൾ ക്ലോസ് ഷേവിങ് ചെയ്യുമ്പോൾ ചിലർക്ക് അതിനോട് അലർജി ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഷേവിങ് കാരണം ആ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഫോളിക്കുലൈറ്റിസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ വാക്സിൻ പോസ്റ്റ് വാക്സിൻ ആയിട്ടും അവിടെ പസ്റ്റൂൾസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഇത് രണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും വേറൊരു ഓപ്ഷനാണ് ലേസർ ഹെയർ റിമൂവൽ എന്നുള്ളത്. അത് കുറച്ചുകൂടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത, പക്ഷെ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട്സ് തരുന്ന, അതൊരു ഹെയർ ഫ്രീ പീരീഡ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് ലേസർ ഹെയർ റിമൂവൽ എന്നുള്ളത്. അത് ഒരു പെയിൻ വളരെയധികം കുറഞ്ഞ ഒരു പ്രൊസീജിയർ കൂടാണ്, ഓൾമോസ്റ്റ് പെയിൻലെസ് തന്നെ പറയുന്നത്. നമ്മള് പൊതുവെ ഡെർമറ്റോളജിയില് പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മിങ് ക്രീം അപ്ലൈ ചെയ്ത് ഒരു 20-30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ലേസർ ഹെയർ റിമൂവൽ പെയിൻ അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നമ്മിങ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യാറില്ല, അതിന്റെ ആവശ്യം വരാറില്ല. അതുപോലെ ഡോക്ടറെ, ചില ലേഡീസിന്റെ കാര്യത്തില് അവര് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എന്നുള്ളത്. അതില് നമ്മൾ എന്ത് സൊല്യൂഷനാണ് നമുക്ക് കൊടുക്കാൻ പറ്റും? ഫേഷ്യൽ ഹെയർ എക്സസീവ് ഗ്രോത്ത് എന്നുള്ളത് നോർമലി എല്ലാവർക്കും ഫൈൻ ഹെയർസ് അതൊക്കെ അത്രയും വിസിബിൾ ഇല്ലാത്ത തിൻ ഹെയർസ് ഒക്കെ നോർമലി എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ചിലർക്ക് ആ ഒരു മെയിൻ പാറ്റേണിലോട്ട്, അതായത് കട്ടി കൂടിയ ഹെയർ അപ്പർ ലിപ്പിന്റെ ഭാഗത്ത്, ചിന്നിന്റെ ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് കാണുമ്പോൾ അപ്പോഴാണ് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്, ഒരു കൺസേണിലോട്ട് പോകുന്നത്. അപ്പം ചിലർക്ക് അതിനൊരു മെഡിക്കൽ റീസണും കൂടെ ഉണ്ടാവും. മോസ്റ്റ്ലി PCOD പോലത്തേതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. മറ്റൊരു റീസണാണ് മറ്റു ടെസ്റ്റോസ്റ്ററോൺ സിക്രീറ്റിംഗ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബോഡിയിൽ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും ട്യൂമേഴ്സ് പോലത്തത്, മറ്റ് ഹോർമോണൽ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ ബോഡിയിൽ കൂട്ടുന്നത്, അതാവാം. മെയിനായിട്ട് PCOD എന്നുള്ള കണ്ടീഷനാണ്. പിന്നെ ഉള്ളത് ഫെമിലിയൽ ആയിട്ട് അവർക്ക് ചിലപ്പം പീരീഡ്സും മറ്റ് ഹോർമോണൽ ലെവൽസും ഒക്കെ നോർമൽ ആയിരിക്കും, എന്നാലും കട്ടി ഹെയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ PCOD പോലത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ, PCOD നേരത്തെ പറഞ്ഞ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്പെക്ട്രത്തിൽ വരുന്ന ഒരു കണ്ടീഷനാണ്. നമ്മൾ ലൈഫ് സ്റ്റൈല് മാനേജ് ചെയ്യണം. എന്തായാലും പറഞ്ഞ പോലെ കുറച്ച് ആക്ടിവിറ്റി, ഫുഡ് ഒക്കെ ശ്രദ്ധിക്കണം. അതിന്റെ കൂടെ ആവശ്യമാണെങ്കിൽ അതിൻ്റെതായ മെഡിസിൻസ്, ടാബ്ലറ്റ്സ് അങ്ങനത്തെ ഒക്കെ ആ ഒരു സിവിയറിറ്റി അനുസരിച്ച് എടുക്കണം. അതിന്റെ കൂടെ ഈ ഒരു ഹെയർ പോകാൻ വേണ്ടി നമ്മൾ പറയാനുള്ളത് ലേസർ ഹെയർ റിമൂവൽ എന്നുള്ള ഒരു ഓപ്ഷനാണ്. നല്ല എഫക്റ്റീവായിട്ട് നല്ല റിസൾട്ട് തരുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണിത്. അപ്പൊ നമ്മൾ യൂഷ്വലി നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് ഒരു 6 to 7 സിറ്റിങ്സ് എന്നുള്ളതാണ്. ഒരു 4 to 5 വീക്സിനുള്ള, അതായത് മന്ത്ലി വൺസ്. അപ്പം തുടക്കത്തിലൊക്കെ ഒരു 3-4 സിറ്റിംഗ് മന്ത്ലി തന്നെ വരേണ്ടി വരും. കാരണം മന്ത് കഴിയുമ്പോൾ തന്നെ കുറച്ചൊരു ഹെയർ റീഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. അപ്പം കുറച്ചൊരു 2-3 സിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ മന്ത്ലി തന്നെ അത്രയും റീഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ റീഗ്രോത്ത് ഉണ്ടാകുമ്പോൾ വന്നിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, ഈ ഭയങ്കരമായിട്ട് ഷേവിങ്, കണ്ടിന്യൂസ് ആയിട്ട് ഷേവിങ്, ചിലർക്ക് എവറി അതർ ഡേ ഷേവിങ് ചെയ്യേണ്ടി വരും വീട്ടിൽ തന്നെ, ഹോം ബേസ്ഡ് വൈസ്. അപ്പം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ജെന്റ്സിൽ ഉണ്ടാകുന്ന പോലെ ഇവിടെ ഒരു റഫ് പാപ്യൂൾസ്, ഒരു ഹെയർ കട്ടി ഷേവ് ചെയ്തെന്ന് വെച്ചാൽ കട്ടി കൂടുതലാണ്, പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള കട്ടി കൂടുതൽ. പക്ഷെ കട്ടി ഹെയർസ് വരുമ്പം ഈ ജെന്റ്സിന് ഒരു റഫ്നെസ് ഇല്ല ഈ ഒരു ഭാഗത്ത്, പാപ്യൂൾസ്, ഒരു ഹെയർ ഫോളിക്കൽ വരുന്നത്. അതുപോലെ ആ ഒരു അപ്പിയറൻസ് കൂടെ വരുമ്പോൾ എപ്പോഴും അവിടെ ഒരു ഗ്രീനിഷ് ബ്ലാക്കിഷ് അപ്പിയറൻസ് ഉണ്ടാവും. കാരണം ആ റൂട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഷേവ് ചെയ്ത് കഴിഞ്ഞാലും കാണുമ്പോൾ അവിടെ ഒരു റൂട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു ജെന്റ്സ് പോലെ, ജെന്റ്സിന് എപ്പോഴും ഷേവ് ചെയ്താൽ റൂട്ട് തിക്ക് റൂട്ട്സ് കാണുമല്ലോ. അപ്പൊ അതുപോലെ അപ്പൊ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ ഈ ലേസർ ചെയ്തിട്ടാകുമ്പോൾ കുറച്ച് സിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ആ റൂട്ടും ആ കപ്യൂൾസും ഒക്കെ ആ അത് ഉള്ളിലോട്ട് പോകുന്നതല്ല. നമ്മൾ ഈ ലേസറിലായിട്ട് അടിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് ഓരോ ലേസറും ഓരോന്നിനെയും ലക്ഷ്യം വെച്ചിട്ടുള്ള ലേസറാണ്. അപ്പൊ ലേസർ ഹെയർ റിമൂവലിന്റെ ലേസർ ഹെയറിന്റെ റൂട്ടിലുള്ള ബ്ലാക്ക് പിഗ്മെന്റിൽ പോയിട്ട് റൂട്ടിനെ കഴിച്ച് കളയാ ചെയ്യുന്നത്. അപ്പൊ ആ റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ബേൺ ആയ ഹെയർ പെയിൻലെസ് ആയിട്ട് തന്നെ എക്സ്ട്രൂഡ് ചെയ്ത് അതിങ്ങനെ വരും. തിക്ക് ഹെയർസ് ഒക്കെ ആണെങ്കിൽ ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ ഇവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം ആ ഹെയർ റൂട്ട് ഇങ്ങനെ വരുന്നത് വരും. അപ്പൊ അവര് വിചാരിക്കും ചിലര് ഹെയർ ലേസർ കഴിഞ്ഞിട്ട് ഹെയർ പെട്ടെന്ന് തിരിച്ചു വരുന്നത്. ഇൻഫാക്ട് തിരിച്ചു വരുന്നതല്ല, ഈ ഡെഡ് ആയിട്ടുള്ള ഹെയർ റൂട്ട് അത് പുറത്തേക്ക് തള്ളുന്നതാ. നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് അത് പിടിക്കുമ്പോൾ തന്നെ പെയിൻലെസ് ആയിട്ട് അതങ്ങ് പുറത്തേക്ക് വരും. അപ്പൊ ലേസർ ഹെയർ റിമൂവൽ 2-3 സിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട്. പെർമനന്റ്ലി
സൊല്യൂഷൻ ആണ്. പെർമനന്റ് എന്ന് പറഞ്ഞാല് ലൈഫ് ലോങ് എന്നുള്ള രീതിയിലല്ല, നമ്മളൊരു 3 to 4 സിറ്റിംഗ്സ് കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ആ ഒരു ഡിഫറൻസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഗെറ്റിംഗ് ബെറ്റർ, കാരണം ആ ഒരു ഹെയർ ഫ്രീ പീരീഡിന്റെ ആ ഒരു ലെങ്ത് കൂടും, ഹെയറിന്റെ കട്ടി കുറയും, അവർക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും റിസൾട്ട്. പിന്നെ ഒരു 6 സിറ്റിംഗ്സ് കഴിഞ്ഞാലും നമ്മൾ പറയല് ഒരു once in 6 months അല്ലെങ്കിൽ once in a year ഒരു മെയിൻ്റെനൻസ് പോലെ ചെയ്യേണ്ട രീതിയിൽ ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവേയില്ല. ചിലപ്പോ വെരി 1 or 2 ഹെയർസ് ഒക്കെ തിരിച്ചു വരുള്ളൂ. അത് നമുക്ക് ഫസ്റ്റിലെ നമ്മൾ ലൈഫ് ലോങ് റിസൾട്ടിനുള്ള ഗ്യാരണ്ടീഡ് അല്ല, പക്ഷെ 6 to 7 സിറ്റിംഗ്സ് നമുക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ every 6 months once in a year ഒരു മെയിൻ്റെനൻസ് പോലെ ചിലപ്പോ വേണ്ടി വരാം, ഇല്ലെങ്കിൽ വരില്ല. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ ലേസർ മെഷീന്റെ ക്വാളിറ്റി, അത് നമ്മൾ ഡെലിവർ ചെയ്യുന്ന എനർജി, ആര് ചെയ്യുന്നു, ഒക്കെ അതിന്റെ കൂടെ വരുന്ന മറ്റു ഫാക്ടേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡന്റ്, നമ്മള് അണ്ടർ ആംസിന്റെ ഹെയർ റിമൂവൽ പറഞ്ഞത്, അതുപോലെ തന്നെ പെയിൻലെസ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമില്ല. ചില പേഷ്യൻസ് ഒക്കെ ഫസ്റ്റ് ഫിറ്റിങ്ങിന് വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, സ്റ്റാഫിന്റെ കൈ മുറുകെ പിടിക്കും, ഇത് എന്തോ ഭയങ്കര. ഒരു സെക്കൻഡ് സിറ്റിംഗ് വരുമ്പോഴത്തേക്ക് അവര് ഭയങ്കര കൂളായിട്ട് കോൺഫിഡന്റ് ആയിട്ട് അങ്ങനെയായിരുന്നു പറയാം. അതുപോലെ ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഷേവ് ചെയ്യുമ്പോൾ കുറെ ആൾക്കാരുടെ ഒരു ഡൗട്ടാണ്, അത് ഷേവ് ചെയ്യും തോറും അത് കട്ടി കൂടി വരുമോ എന്നുള്ള ഡൗട്ട് വരാറുണ്ട്. ഫേഷ്യൽ റേസർ, ഐബ്രോ റേസർ ഒക്കെ നല്ല രീതിക്ക് അവൈലബിൾ ആണ്, മുന്നേ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് എങ്ങനെ ആ കട്ടി കൂടുമ്പോൾ ക്വസ്റ്റ്യന് കട്ടി കൂടുന്നു എന്നുള്ളതിന് ഒരു സയന്റിഫിക് ബേസിസ് ഇല്ല. നമ്മളത് ഷേവ് ചെയ്യുന്തോറും കട്ടി കൂടി വരും, കൂട്ടി വരുന്നുണ്ട്, അങ്ങനെ ഒരു സയന്റിഫിക് ബേസിസ് ഇല്ല. അപ്പം അതിപ്പോ എനിക്കതങ്ങനെ ഒരു സയന്റിഫിക് അപ്രോച്ചിൽ അത് അങ്ങനെ കട്ടി കൂടുന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. പിന്നെ ഈ ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ചാണ് മെയിനായിട്ട് അത് കട്ടി കൂടി വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ PCOD നമ്മൾ ലേസർ റിമൂവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാന്നുള്ളത്, PCOD-നെ നമ്മളൊന്ന് കൺട്രോളിൽ വെക്കാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ലേസർ ഹെയർ റിമൂവൽ എന്നുള്ളത് ഫേഷ്യൽ ഹെയറിന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ അണ്ടർ ആംസ്, ഫുൾ ബോഡി, അതിന് ജെന്റ്സ് ആണെങ്കിൽ ഇപ്പൊ ബിയർഡ് ഷേപ്പിങ്ങിന്, ചിലർക്ക് ഈ ബിയർഡ് വരുന്നതിന്റെ ഞാൻ പറഞ്ഞില്ലേ ഹെയർ ഫോളിക്കിൾ എല്ലാം തന്നെ കുറച്ച് അതിന്റെ ബേസിൽ ഒരു ബാക്ടീരിയൽ ഇത് ഉണ്ടാവും. അപ്പം ചിലർക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതുവരെയൊക്കെ വരുന്ന കുരുക്കള് വരും ഷേവിങ് കഴിഞ്ഞാൽ. അതുപോലെ എനിക്ക് ബിയർഡ് ഇതുവരെ വരും. ബിയർഡ് ഷേപ്പിംഗ് ചെയ്താല് പറഞ്ഞ പോലെ നല്ല ഭംഗിയില് ഒരു ലോങ് ടേം ആയിട്ടുള്ള റിസൾട്ട് വരുന്ന രീതിയിൽ അപ്പർ പാർട്ട് ലോവർ പാർട്ടൊക്കെ ബിയർഡ് ഷേപ്പിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ചില മെഡിക്കൽ കണ്ടീഷൻസിന് ലേസർ റിമൂവൽ ഒരു ഹെൽപ്പിംഗ് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പം കക്ഷത്തിലൊക്കെ ഇങ്ങനെ വേദനയോട് കൂടെ കുരുക്കള് വരുന്ന ഇൻട്രാറ്റാച്ച് സെപ്പറേറ്റീവ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഹെയറിന്റെ അടിഭാഗത്തുള്ള ഗ്രന്ഥികളിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. അപ്പം ഹെയറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യുമ്പം ആ ഒരു ഇൻഫ്ലമേഷൻ വരാനുള്ള റിസ്ക് കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പം അതിനൊക്കെ ഇപ്പം കൂടുതലായിട്ടും ആൾക്കാർ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻസിനും കൂടെ, കോസ്മെറ്റിക് അല്ലാതെ മെഡിക്കൽ കണ്ടീഷൻസിനും കൂടെ ആൾക്കാർ ഇപ്പൊ ലേസർ റിമൂവൽ, ഇൻട്രാക്ടഡ് സെപ്പറേറ്റ്, പിന്നെ അതുപോലെ ബാക്ക് സൈഡ് ലോവർ ബാക്കിൽ കുറെ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന പോലത്തതിന് ലോവർ ബാക്കിൽ കട്ടി വയസ്സുള്ള ആൾക്കാർക്ക് പെയിൻഫുൾ ആയിട്ട് അവിടെ വരുന്ന ഒരു കണ്ടീഷനാണ് പൈലോണിയൽ സൈനസ് എന്നുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് ഫസ്റ്റ് ഡിസ്ചാർജ് വരിക ലോവർ ബാക്ക് ഗ്ലൂട്ടിയൽ ക്ലെഫ്റ്റ് ഏരിയ. അതിനും ലേസർ റിമൂവൽ നമ്മൾ ഈ സർജിക്കൽ ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു റെഗുലർ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് പേർക്ക് ചെയ്യാറുണ്ട്. കാരണം അത് ഈ പൈലോണിയൽ സൈനസ് എന്നുള്ളത് റെക്കറന്റ് ഇഷ്യൂ ആണ്. നമ്മളിപ്പം ഉള്ളൊരു സൈനസ് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്തു, പിന്നെയും വേറൊരു തിക്ക് ഹെയർ അവിടെ പോയി വീണ് വീണ്ടും ഒരു സൈനസ് ഉണ്ടാക്കും. ഇപ്പൊ ആ ഒരു ഹെയറിന്റെ തിക്നെസ് കുറയ്ക്കാനുള്ള രീതിയില് ഇത് ഒരു ഓപ്ഷൻ ആയിട്ട് റെക്കറൻസ് അവോയ്ഡ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ലേസർ ഹെയർ റിമൂവ് ചെയ്യുന്നത്. അതേപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നുള്ളത് ഒരു നെയിമാണ്, അതായത് സാധാരണ ജനങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. നമ്മള് മെഡിക്കൽ ടേമിൽ അതിനെ കൊമഡോൺസ് എന്നാണ് പറയാം. കാരണം ഇപ്പം ചില ഫേസ് കെയർ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ അതിന്റെ മേലെ ഉണ്ടാവും നോൺ കൊമഡോജനിക്. അതായത് കൊമഡോൺസ് പറഞ്ഞാൽ നമ്മുടെ മോക്കുരുവിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഒരു സാധനമാണ് കൊമഡോൺ. ചെറിയ ചെറിയ പസൊന്നും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു കുരുക്കൾ. അപ്പൊ അത് നല്ല സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ളതാണ് ഈ ബ്ലാക്ക് ഹെഡ്സ്. പുറത്തൊരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടാവും. കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് ഓപ്പൺ കൊമഡോൺസ്, അതായത് വൈറ്റ് ഹെഡ്സ്.
ഓപ്പൺ കോമ്പൗണ്ട്സ് ബ്ലാക്ക് ഹെഡ്സ്, പോസ്റ്റ് കോമ്പൗണ്ട്സ് വൈറ്റ് ഹെഡ്സ്. അപ്പം അത് നമ്മൾ ആക്നെക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കുന്ന അതേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നുള്ള ആ ഒരു ഇതിന് ഇതാക്കുന്നത്. പിന്നെ ചില കുട്ടികള് ഈ മൂക്കിന്റെ മേലെ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും അത് ഈ മൂക്കിന്റെ മേലെ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് പലരും വരുന്നത് എന്താ വെച്ചാൽ അത് ഈ പറഞ്ഞ ഈ ബ്ലാക്ക് ഹെഡ്സോ കൊമഡോണോ അല്ല. അത് നമുക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഡോട്ട് ഡോട്ട് ആയിട്ട് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയത്തക്ക രീതിയിൽ ഉണ്ടാവുമെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് അല്ല. അത് ബ്ലാക്ക് ഹെഡ്സ് നമ്മൾ നല്ലോണം നോക്കുകയാണെങ്കിൽ സ്മോൾ ബ്ലാക്ക് ഹെയർസ് ആണ്, തിന്നായിട്ടുള്ള ഹെയർസ് ആണ്. നമുക്ക് സ്ട്രിപ്പ് ഔട്ട് ചെയ്ത ബ്ലാക്ക് ഹെയർസ് പോവും. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ ലേസർ ഹെയർ റിമൂവല് ഇത്ര അധികം സെറ്റിങ്സ് ഒന്നും ആ ഒരു കണ്ടീഷന് വേണ്ടി വരാറില്ല. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നത് ഒരു കുറച്ചുകൂടെ കുറവ് 2-3 സിറ്റിങ്ങിൽ തന്നെ അത് നന്നായിട്ട് കുറയും. അത് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഇല്ലാതെ മറ്റു ലേസർ എവറി മന്തിലൊന്നും വേണ്ടി വരാറില്ല. കുറച്ച് സിറ്റിംഗ് കഴിഞ്ഞാൽ കുറെ കാലം ഒന്നും ഉണ്ടാവില്ല. അതൊരു സ്മോൾ ഹെയർസ് ആണ്. അത് ഓയിലിനെസ് ഒക്കെ കൊണ്ട് വരുന്നതാണ്. പക്ഷേ ലേസർ റിമൂവലിൽ നല്ല റിസൾട്ട് കാണുന്നു. അതേപോലെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ക്രീംസിനെ പറ്റി പറഞ്ഞു. അതില് നാച്ചുറൽ പ്രൊഡക്ട്സ് അതേപോലെ കെമിക്കൽ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞാൽ അധികം ആൾക്കാർ നാച്ചുറൽ നോക്കി പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിലെന്താ ഡോക്ടർ പറയാം? ഈ നാച്ചുറൽ എന്ന് പറയുന്ന എല്ലാ നാച്ചുറൽ പ്രോഡക്ട്സും സേഫ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഈവൻ പോയ്സൺസ് പോലും നാച്ചുറലി പല പ്ലാന്റ്സിലും പോയ്സൺസ് ഉണ്ട്. ഡെത്ത് വരെ കോസ് ചെയ്യാവുന്ന പോയ്സൺസ്, അതൊക്കെ നാച്ചുറൽ പ്രോഡക്ട്സ്, ഓർഗാനിക് നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് അതൊക്കെ. ലീവ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഒറ്റയടിക്ക് ഡെത്ത് ആവുന്ന കൈൻഡ് ഓഫ് പോയ്സൺസ് ആണ്. അപ്പം എല്ലാ നാച്ചുറൽ പ്രോഡക്ട്സും സേഫ് ആണെന്നുള്ളത് അതൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബിലീഫാണ്. അതേപോലെ തന്നെ എല്ലാ കെമിക്കൽസും ഹാർംഫുൾ ആണ്, അങ്ങനെയല്ല. ഇപ്പം ഈ നാച്ചുറലി പ്രോഡക്ട്സ് തന്നെ ഇവര് ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ടെർമറിക് എന്നുള്ള അതില് എന്താ പറയാ ആന്റി ഓക്സിഡന്റ് ഡീപിഗ്മെന്റിങ് ആയിട്ടുള്ള കോമ്പണൻസ് ടെർമറിക്കിലുണ്ട്. ടെർമറിക്കിൽ തന്നെ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത ഇറിറ്റേഷൻ കോസ് ചെയ്യാവുന്ന പ്രോഡക്ട്സും ഉണ്ട്. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ മെഡിക്കൽ ഗ്രേഡ് പ്രോഡക്ട്സിലൊക്കെ ടെർമറിക്കിന്ന് ആ ഒരു നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു കോമ്പണന്റ് അതിന്റെ കെമിക്കൽ നെയിമായി ഒരു പ്രോഡക്റ്റിന്റെ ബാക്കിൽ കൊടുക്കുക. അപ്പൊ ആ കെമിക്കൽ കോമ്പണന്റ് മാത്രം വേർതിരിച്ചെടുത്ത് നമ്മൾ സ്കിന്നിൽ ഇഫക്റ്റീവ് ആകുന്ന ഒരു ഫോർമുലേഷനിലോട്ട് മാറ്റി, അതായത് ക്രീം ബേസ് ആണോ ഓയിൻമെന്റ് ബേസ് ആണോ ആ ഒരു ഫോർമുലേഷനിലോട്ട് സ്കിന്നിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഫോർമുലേഷനിലോട്ട് മാറ്റിയിട്ടാണ് മാർക്കറ്റിലോട്ട് വരുന്നത്. ഇത് കാണാറുണ്ട്. ഇപ്പൊ ഈ പെൺകുട്ടികൾ ഡു ഇറ്റ് യുവർസെൽഫ് കുറെ ഹോം ബേസ്ഡ് റെമഡീസ്, ഇഷ്ടംപോലെ ഹോം റെമഡീസുമായി ഇറിറ്റേഷനുമായിട്ട് ഇഷ്ടംപോലെ പെൺകുട്ടികൾ വരാറുണ്ട്. അവര് വീട്ടിൽ കാണുന്ന കിച്ചണിൽ കാണുന്ന എല്ലാ സാധനവും ഫേസിലെടുത്ത് അവര് സ്കിൻ ടൈപ്പ് ഏതാണെന്നൊന്നും ശ്രദ്ധിക്കാതെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഡിഫറെന്റ് ആണല്ലോ. ഈ ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ലെമൺ ടെർമറിക് ഒക്കെ ഫേസിൽ തേച്ച് നല്ല ഇറിറ്റേഷനും ബേൺസും അത് കാരണം പിഗ്മെന്റേഷൻ ഒക്കെ അടിച്ചിട്ട് വരുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികളാണ് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ചെറുപ്പക്കാർ ടീനേജ് കോളേജ് ഗോയിങ് സ്റ്റുഡൻസ്. അപ്പം എല്ലാ നാച്ചുറൽ പ്രോഡക്ട്സും സേഫ് അല്ല, കെമിക്കൽ പ്രോഡക്ട്സ് ഹാനികരമല്ല. അപ്പൊ അതങ്ങനെ വെച്ച് നമ്മൾ വേർതിരിച്ച് അങ്ങനെ അതുകൊണ്ട് ഇതാക്കുന്നതിൽ കാര്യമില്ല. അപ്പം പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ പ്ലാന്റ് ബേസ്ഡ് റെറ്റിനോൾ ഉണ്ട്, പപ്പച്ചുകൾ പറഞ്ഞിട്ട് അത് നമ്മൾ റെറ്റിനോളിന്റെ ഒരു ഇക്വലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സേഫ് ആയിട്ടുള്ള പ്ലാന്റ് ഡിറൈവ് ചെയ്ത ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പം ചിലത് നമ്മള് ലാബില് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കെമിക്കൽസ് ആണ് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ നാച്ചുറൽ പ്രോഡക്ട്സിനും അതിനൊരു കെമിക്കൽ ഫോർമുല ഉണ്ട്. കുറച്ച് പഠിച്ചവർക്ക് അറിയാം. ഇപ്പൊ വെള്ളത്തിന് പോലും ഒരു കെമിക്കൽ ഫോർമുല ഉണ്ട്, ഓരോന്നിനും ഒരു കെമിക്കൽ നെയിമും കെമിക്കൽ ഫോർമുല ഉണ്ട് ഏത് നാച്ചുറൽ പ്രോഡക്റ്റിനും. അപ്പൊ ആ ഒരു കെമിക്കൽ ഫ്രീ എന്ന് പറഞ്ഞ ലേബിള് അത് എന്താണെന്ന് എനിക്കറിയില്ല അതിന്റെ ഒരു ബേസിസ്. അപ്പം ഇതിലിപ്പോ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാം പരസ്യത്തിന്റെ പിന്നാലെ പോവാതെ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ കാണുന്ന എല്ലാവിധ ക്രീംസും അതേപോലെയുള്ള ഒരു ടിപ്സും വാരിക്കോരി തേക്കാതെ കറക്റ്റ് നമ്മളുടെ സ്കിൻ ടോൺ എന്താണ്, നമ്മളുടെ സ്കിന്നിന് വേണ്ടത് എന്താണ് എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാ എന്നുള്ളത് തന്നെയല്ലേ അതിന്റെ ഒരു അതന്നെയാണ് നമ്മൾ അങ്ങനെ എസ്പെഷ്യലി ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ സ്കിൻ ടൈപ്പ് പ്രോഡക്റ്റ് ചെയ്ത് സ്ട്രെങ്ത് ചെയ്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. ഡോക്ടർക്ക് എന്താണ് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരു സമ്മർ സീസൺ ആണ്, നമുക്കിപ്പോ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും ടിപ്സ് ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടിപ്പായിട്ട് ഡോക്ടർക്ക് എന്താണ് കൊടുക്കാൻ അവസാനിപ്പിക്കും?
ഈ ഒരു സീസണിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മള് എന്താ പറയാ, നമ്മുടെ ആ ഒരു ഇന്റൻസ് സൺ എക്സ്പോഷർ അതിലുള്ള ഭയങ്കര ബ്യൂട്ടി ഇതിലുള്ള ടൈമിൽ പുറത്ത് പോകാതിരിക്കുക. അത് പിന്നെ സ്കിൻ ഹെൽത്ത് മാത്രം ഉദ്ദേശിച്ചല്ല, ജനറൽ ഹെൽത്ത്, മോർ ഓഫ് ജനറൽ സൈഡിൽ തന്നെ അങ്ങനെ ഒരു ചിലർ വിചാരം ഇപ്പൊ ഹീറ്റ് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. ചിലർ വിചാരം സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്ത ആ ഒരു ഹീറ്റ് സ്ട്രോക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന. ഹീറ്റ് സ്ട്രോക്കിന്റെ റീസൺ സൺസ്ക്രീനുമായിട്ട് അതല്ല. സൺസ്ക്രീൻ എന്നുള്ളത് ആ ഒരു സണ്ണിനെ നമ്മളെ യു വി റേസിന്റെ പ്രൊട്ടക്ഷൻ എന്നുള്ളതിലാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ ഡീഹൈഡ്രേറ്റഡ് ആക്കി ബോഡിയുടെ ബിപിയും അതൊക്കെ കുറച്ച് നമ്മളെ ആ ഒരു എക്സ്ട്രീം കണ്ടീഷനിലോട്ട് പോകുന്നതാണ്. അത് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തു എന്ന് വിചാരിച്ച് അത് നമുക്ക് ഒരു പ്രൊട്ടക്ഷനും ഹീറ്റ് സ്ട്രോക്കൊന്നും നമുക്ക് തരുന്നില്ല. കാരണം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ഇനി പൊരി വെയിലത്ത് പോയി നിന്നാൽ ഹീറ്റ് സ്ട്രോക്ക് വരാതിരിക്കില്ല, ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച്. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പുറത്ത് പോവാണെങ്കിൽ നമ്മള് പിന്നെ ക്ലോട്ടറിഡ് ഹാറ്റ്സ്, വെള്ളം നന്നായിട്ട് ആവശ്യത്തിന് കുടിക്കുക. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമ്മള് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ക്ലോത്തിങ്ങും ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഡോക്ടർ, പൊതുവെ ഹെയറിന്റെ കാര്യത്തിൽ കുറെ ആൾക്കാർക്കുള്ള ചെറിയ സംശയങ്ങൾ വരുന്നുണ്ട്. ഇപ്പം മുടി കൊഴിച്ചൽ ഒരു വലിയൊരു ഘടകമാണ്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള മുടി കൊഴിയാനുള്ള കുറച്ച് റീസൺസ് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ പ്രാക്ടീസിൽ നോക്കുകയാണെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള 3 റീസൺസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഹെയർ ലോസ് ആണ്. ടിലോജൻ എഫ്ലൂവിയം എന്ന് പറയും. ചിലർക്ക് അത് പോസ്റ്റ് പാർട്ടം ഡെലിവറിക്ക് ശേഷം 3-4 മാസം കഴിഞ്ഞ് വരുന്ന ടിലോജൻ എഫ്ലൂവിയം. അത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അല്ല, അതൊരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഷെഡിങ് പ്രോസസ് ആണ്. ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഹോർമോൺ ചേഞ്ചിന്റെ ഒക്കെ ഭാഗമായിട്ട് ഷെഡിങ് നല്ല കുറവായിരിക്കും പ്രഗ്നൻസി ടൈമിൽ. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ഹെയറിന് സൈക്ലിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, ഷെഡിങ് സ്റ്റേജ് ഉണ്ട്. അപ്പം ആ ഒരു പ്രഗ്നൻസി ടൈമിൽ അത് ഗ്രോത്ത് സ്റ്റേജിലായിരിക്കും. പ്രഗ്നൻസി കഴിഞ്ഞ് 2-3-4 മാസം കഴിയുമ്പോൾ അത് ഗ്രോത്ത് സ്റ്റേജിൽ നിന്ന് ഷെഡിങ് സ്റ്റേജ്, അതായത് ടിലോജൻ സ്റ്റേജിലോട്ട് അങ്ങനെ പോകും. അതാണ് ആ ഒരു പോസ്റ്റ് പാർട്ടം ടിലോജൻ എഫ്ലൂവിയം ഡെലിവറിക്ക് ശേഷം കാണണം, 3-4 മാസം കഴിഞ്ഞ് കാണുന്നത്. ഇത് യൂഷ്വലി തന്നെ റെഡി ആവാറുണ്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ. ഇനി എന്തെങ്കിലും അതിന്റെ കൂടെ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വല്ലതും കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അയൺ ഡെഫിഷ്യൻസി, പിന്നെ മൾട്ടി വൈറ്റമിൻസ് ആയിട്ടുള്ള മെയിനായിട്ട് ബയോട്ടിൻ, വേറെയും കുറെ വൈറ്റമിൻസ് ഉണ്ട്, അതുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് ടിലോജൻ എഫ്ലൂവിയം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. രണ്ടാമതായിട്ട് ഉണ്ടാവുന്ന വേറൊന്ന് കഷണ്ടി എന്നുള്ള, അത് മെയിൽസിലും ഉണ്ട് ഫീമെയിൽസിലും ഉണ്ട്. മെയിൽസിലെ കഷണ്ടിയുടെ പാറ്റേൺ എനിക്ക് തോന്നുന്നു എല്ലാവരും വേറെ ആണെന്നുണ്ടെങ്കിൽ, ഫീമെയിൽസിൻ്റെതാണ് അത്ര വേറെ അല്ലാത്തൊരു കഷണ്ടി, ഫീമെയിൽസിൽ ഉണ്ടാകുന്ന കഷണ്ടി. കാരണം അത് ആണുങ്ങൾക്ക് കാണുന്ന പോലെ നെറ്റ് കയറുക, ആ ഒരു ക്രൗണിന്റെ ഭാഗത്തുള്ള കുറെ ആ ഒരു പാറ്റേണിലല്ല ലേഡീസിന്റെ ആ ഒരു കഷണ്ടിനാണ്. അത് മിഡ് ലൈനിൽ വീതി കൂടി കൂടി വരിക എന്നുള്ളതാണ്. അപ്പം അത് അതുപോലെ ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ PCOD ഉള്ളവർക്ക് ആ ഒരു ആൻഡ്രോജൻ ലെവൽസ് ഇത്തിരി ഒരു ഹയർ സൈഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് കുറച്ച് നേരത്തെ തന്നെ ഓൺസെറ്റ് ഉണ്ടാവും. അതർവൈസ് ഒരു മിഡിൽ ഏജ് കഴിഞ്ഞാലാണ് ആ ഒരു പാറ്റേൺ കണ്ടുവരുന്നത്. ഒരു മെനപ്പോസ് ഒക്കെ അടുക്കുമ്പോൾ അത് കൂടുതലായിട്ടും കാണും. അതാണ് ലേഡീസിൽ ഉണ്ടാകുന്ന കഷണ്ടി. പിന്നുള്ളത് അലോപേഷ്യ ഏരിയട്ട എന്ന് പറയുന്നത്, എപ്പോഴും നടപ്പെന്നൊക്കെ പറയും, വട്ടത്തില് പാച്ചി ആയിട്ട് കൊഴിയുന്ന. അത് ചിലർക്ക് ജസ്റ്റ് അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു പാച്ച് ആയിരിക്കും, ചിലർക്ക് അതിന്റെ സിവിയറിറ്റി കൂടി തലയിലെ മുടി ഫുള്ളായിട്ട് പോവാ, പുരികം പോവാ, ഐലാഷസ് പോവാ, ബോഡിയിലെ ഫുൾ ഹെയർസ് പോവാ, ആ ഒരു ലെവല് വരെ ആ ഒരു സിവിയറിറ്റി എക്സ്റ്റെൻഡ് ചെയ്യും. ഇതാണ് 3 മെയിൻ റീസൺസ്. ടിലോജൻ എഫ്ലൂവിയം ന്യൂട്രീഷൻ കറക്ഷൻ എന്നുള്ളതാണ്. പിന്നെ കഷണ്ടിക്ക് ഒരു പാനൽ ഓഫ് ഒരുപാടുണ്ട്. അതിപ്പം നമ്മളിപ്പോൾ നക്സൽ പോലത്തെ പുറത്തുന്നതുണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട് ഇതുപോലെ ആൻഡ്രോജൻ ആക്ടിവിറ്റി കുറയ്ക്കാൻ, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഹെയർ ഫോളിക്കിളിൽ ആക്ട് ചെയ്യുന്നത് കുറയ്ക്കുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ PRP-GFC പ്രൊസീജിയേഴ്സ്, ലാസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളതൊക്കെ ഉണ്ട് കഷണ്ടിക്കുള്ളത്. മെയിൽസും ചെയ്യാറുണ്ട്, ഫീമെയിൽസിനും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ട്. മെയിൽസ് ഇത് അത്ര കോമൺ അല്ലെങ്കിലും കൂടെ. അലോപേഷ്യ ഏരിയറ്റക്കും ഇതുപോലെ ഒരു എത്ര
പെർസെൻറ്റേജ് ഓഫ് ദ സ്കാൽപ്പ് അല്ലെങ്കിൽ ബോഡി ഇൻവോൾവ് ആണെന്നുള്ള അനുസരിച്ചാണ്. 1-2 പാറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറ്റുന്ന മെഡിസിൻസ് ആണ്, അല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം ചെയ്യുന്ന ഇഞ്ചെക്ഷൻസ്, അല്ലെങ്കിൽ അകത്തേക്ക് കഴിക്കാനുള്ള ഷോർട്ട് ടേമിൽ കൊടുക്കുന്ന ടാബ്ലറ്റ്സ്, ലോങ് ടേമിൽ കൊടുക്കുന്ന ടാബ്ലറ്റ്സ്, അതൊക്കെ ആ ഒരു സിവിയറിറ്റി അനുസരിച്ചിട്ടുള്ള ആ ഒരു ഇതില് ട്രീറ്റ്മെന്റ് മോഡിഫൈഡ് ആണ്. അതേപോലെ ഇപ്പൊ ഷാമ്പൂവിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് കമ്പനീസ് ഷാമ്പൂ വരുന്നുണ്ട്. അതിൽ തന്നെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, നോർമൽ വരുന്നുണ്ട്, മെഡിക്കേറ്റഡ് നമുക്ക് വരുന്നുണ്ട്, ആയുർവേദിക് ഷാംപൂസ് വരുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണ്? അല്ലെങ്കിൽ ചില ആൾക്കാർ ചില ഷാമ്പൂ ഉപയോഗിച്ച് മുടി കൊഴിയെന്ന് പറയുന്നു. ഷാമ്പു എന്നുള്ളത് നമ്മള് പറഞ്ഞ പോലെ ഫേസ് വാഷ് എന്നൊക്കെ പോലെ നമ്മള് സ്കാൽപ്പിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിനു വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡെയിലി അല്ലെങ്കിൽ എവറി ഓൾട്ടർനേറ്റ് ഡേ ആയിട്ട് നമുക്ക് ഷാമ്പു യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. അപ്പൊ ഈ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ ക്യൂട്ടിക്കൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ ഹെയർ ഷാഫ്റ്റ് ആസിച്ച് ഡെഡ് ആണെങ്കിലും അതിന് കുറെ ഭാഗങ്ങളുണ്ട്. അപ്പൊ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ തട്ടുമ്പോൾ ക്യൂട്ടിക്കൽ അങ്ങ് ഓപ്പൺ ആവും. അപ്പൊ അത് ഓപ്പൺ ആകുമ്പോൾ അതൊരു നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രിസി ഫീൽ ആയിട്ടാണ്. അതാണ് നമുക്ക് ഷാമ്പൂയിങ് ഒക്കെ കഴിഞ്ഞ ഹെയർ കുറച്ച് റഫ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷാമ്പൂയിങ് ചെയ്ത കണ്ടീഷണർ യൂസ് ചെയ്യാം. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ സ്കാൽപ്പിലേക്ക് നമ്മള് വളരെ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര ഫസ്റ്റ് അല്ല. അതർവൈസ് നോർമൽ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെയറിന്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. ഹെയറിന്റെ ഫ്രിസിനെസ് ക്ലോസ് ആകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിങ്ങനെ ഫ്രിസി ആയി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും ഹെയർ നമ്മൾ ചെയ്യുമ്പോൾ. അല്ലാണ്ട് ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, തൊടുമ്പോൾ സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. അപ്പൊ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഷാമ്പു ചെയ്ത് അതിന്റെ കൂടെ കണ്ടീഷണർ യൂസ് ചെയ്താൽ നല്ലതാണ്. ഹെയറിന്റെ നോർമൽ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യും, ഹെൽത്തി നോർമൽ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇപ്പൊ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫ് പോവാനുള്ള കോമ്പണൻസ് ഉള്ള ഷാമ്പു യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഷാമ്പു എന്നുള്ളത് ഉള്ളിലോട്ട് വല്ലാതെ, കാരണം നമ്മൾ ജസ്റ്റ് അതൊരു ക്ലീനിങ് ഏജന്റ് എന്നുള്ള കണക്കാണ്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ഫേസ് വാഷ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതിനനുസരിച്ച് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഷാമ്പു നമ്മുടെ സ്കാൽപ്പ്, ചിലർ സ്കാൽപ്പ് ഡ്രൈ ആയിരിക്കും, ഫേസ് പോലെ തന്നെയാണ് സ്കാൽപ്പും ഡ്രൈ ആയിരിക്കും, ചിലരത് ഭയങ്കര ഓയിലി ആയിരിക്കും. ഈ ഓയിലി ആയ ആൾക്കാർക്കാണ് അധികം മറ്റേ സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എവറിഡേ ഷാമ്പു യൂസ് ചെയ്യാന്നുള്ളത് അത്ര ഒരു ഐഡിയലി പറയുന്നത് വീക്ക്ലി 1 or 2 എന്നുള്ളതാണ്. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ വീക്ക്ലി 2 ആന്റി ഡാൻഡ്രഫ് ഷാമ്പു. അല്ലാതെ അതിലൊക്കെ ഒന്നും കൺട്രോൾ ആവണില്ലെങ്കിൽ ഡാൻഡ്രഫ് കുറയ്ക്കുന്ന ടൈപ്പ് ലോഷൻസ് ഉണ്ട്, അതും കൂടെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ സ്കാൽപ്പിനെ മോയ്സ്റ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഉണ്ട്, ഹെയറിനെ മോയ്സ്ചറൈസർ ഹെയർ മോയ്സ്ചറൈസർ ഉണ്ട്, കണ്ടീഷണറിന് പുറമെ. അങ്ങനെ ആ ഒരു ഹെയറിന്റെ ആ ഒരു ടെക്സ്ചറിനനുസരിച്ച് യൂസ് ചെയ്യാവുന്ന ഹെയർ കെയറും ഒരുപാട് മെഡിക്കൽ പ്രോഡക്ട്സ് ഉണ്ട്. ഈ താരന്റെ കേസ് പറഞ്ഞ അത് ഈ ഇപ്പം ചില ആൾക്കാർക്ക് തലയിൽ പേൻ വരിക എന്നുള്ളത് അതും താരനും കൂടിയിട്ട് ഇപ്പൊ ചില കുട്ടികളെ കൊണ്ട് പേരൻസ് വരുന്നത് തലയിൽ ഭയങ്കര താരം, ഭയങ്കര ചൊറിച്ചിലാണ്, പേനുണ്ടാവും ചോദിക്കുമ്പോൾ ഇല്ല പേനില്ല, ആകെ 1-2 പേനേ ഉള്ളൂ, അങ്ങനെയാണ് പേരൻസ് പറയാം. പക്ഷെ നമ്മൾ സ്കാൽപ്പ് എക്സാമിൻ ചെയ്യുമ്പോൾ നല്ല പെഡിക്ലോസിസ് സ്കാൽപ്പ്, അതായത് പെയിൻ നന്നായിട്ട് ഉണ്ടാവും. അപ്പൊ ചിലർക്ക് ഈ പെയിൻ വല്ലാതെ കൂടിയിട്ട് അത് ഡാൻഡ്രഫ് അല്ല, ഇൻഫാക്ട് അത് സ്കാൽപ്പിൽ ഒരു എക്സിമാറ്റസ് അലർജിക് റിയാക്ഷനിലോട്ട് പോകും സ്കാൽപ്പിന്റെ ലെയേഴ്സ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ താരം പോലെ വൈറ്റിഷ് പൊടിപൊടിയായിട്ട് തന്നെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ആ ഒരു താരം പോലുള്ള മാത്രം കൊടുത്തുകൊണ്ട് വ്യത്യാസം വരില്ല. അപ്പൊ അത് നമ്മൾ ആദ്യം പെയിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്യാനുള്ള അതിന്റെ ഷാമ്പൂസും അതിന്റെ മെഡിസിൻസും കൊടുത്ത് അതിന്റെ കൂടെ ഈ സ്കെയിലിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് 1 to 2 weeks താരം കംപ്ലീറ്റ് ആയിട്ട് 0 ആവാനുണ്ട്. സാധാരണ താരം നമുക്ക് ഈ പറഞ്ഞ പോലെ അത്ര പെട്ടെന്ന് നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ എന്നുള്ളതല്ല, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം സാധാരണ താരം. പക്ഷെ പെയിൻ ശല്യം കൂടി കാരണം വരുന്ന ഈ ഒരു സ്കെയിലിംഗ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. പെയിന്റെ ശല്യം ക്യൂർ ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ ഒരു സ്കെയിലിംഗ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവാറുണ്ട്, ചോദിച്ചതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോവാറുണ്ട്. അതുപോലെ ഇപ്പം ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഇടുമ്പോൾ വൈറ്റ് പൊടികളായിട്ട് അങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഷോൾഡറിന്റെ ഭാഗത്തൊക്കെ ചെറിയ പിമ്പിൾസ് ഒക്കെ വരുന്നതാണ്. അത് ഡാൻഡ്രഫിന്റെ ഒരു ഭാഗം തന്നെയാണോ?
അത് പിമ്പിൾസ് ഉള്ളത് ആക്ച്വലി പിന്നെ ഡാൻഡ്രഫ് എന്നുള്ളത് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന നോർമലി ഉണ്ടാവുന്ന ഒരു ഫംഗസ് ഉണ്ട്, വെലാസീസിയ എന്നൊക്കെ പറയുന്ന ഫംഗസ്. അപ്പം ആ ഫംഗസ് നമ്മുടെ സ്കാൽപ്പിൽ നോർമലി സ്കാൽപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ ഉണ്ട്. അപ്പൊ അതൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ കുറച്ച് മോളിക്യൂൾസ് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മളെ സ്കാൽപ്പിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ ഡാൻഡ്രഫ് എന്നുള്ളത് ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു ഫംഗസ് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ബോഡിയിലൊക്കെ ഫോളിക്കുലൈറ്റിസ് എന്നുള്ളത് ഉണ്ടാക്കാം. ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ക്ലിനിക്കലി കാണുന്നത് പിമ്പിൾസ് പോലെ തന്നെ ആയിരിക്കും. പക്ഷെ പിമ്പിൾസിനെ കാണുന്നത് ഇത്രയും കൂടെ ചൊറിച്ചില്, ഇത്രയും കൂടെ റെഡ്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ആന്റി ഫംഗൽ മെഡിസിൻസ്, ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു പിമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോകാറുണ്ട്. അതുപോലെ മുടി, വൈറ്റ് ഹെയർസ്, അതിന് നമുക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടോ ശരിക്കും? ഇത് വൈറ്റ് ഹെയർസ് ഏത് ഏജിൽ പ്രസന്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതനുസരിച്ചാണ്. അപ്പൊ നമ്മള് പ്രിമച്വർ ഗ്രേയിങ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അത് യങ്ങർ ഏജ്, അതായത് ലെസ് ദാൻ 25, ലെസ് ദാൻ 30 വരുന്ന ആ ഒരു ഗ്രേയിങ്. അപ്പം അതിന് നമുക്ക് കണ്ടീഷൻ, നമുക്ക് എന്താണ് റീസൺ നോക്കി അത് കണ്ടുപിടിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്താൽ ആ ഒരു ഗ്രേയിങ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. പക്ഷെ നാച്ചുറൽ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ഗ്രേയിങ് അത് നമുക്ക് വല്ലാതെ അങ്ങ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കുറവാണ്. ഈ പറഞ്ഞ പോലെ പ്രിമച്വർ ഗ്രേയിങ്ങിന് കുറെ റീസൺസ് ഉണ്ട്. ചിലർക്ക് അത് ഫെമിലിയൻ ആയിരിക്കും, ഫാദറിന് ഉണ്ടാവും അല്ലെങ്കിൽ മദറിന് ഉണ്ടാവും. അത് ഫെമിലിയൻ ആണെങ്കിൽ പിന്നെ അത് നമുക്ക് വല്ലാതെ ജനറ്റിക് ഫാക്ടർ എന്നുള്ളത് നമുക്ക് വല്ലാണ്ട് മോഡിഫയബിൾ അല്ല, ജനറ്റിക് റീസൺസ്. പക്ഷെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ തൈറോയിഡ് പ്രശ്നങ്ങള്, ഹെയറിന് കളർ കൊടുക്കുന്ന ചില വൈറ്റമിൻസ് ഉണ്ട്. അപ്പം വൈറ്റമിൻ B12, അതല്ലാതെയുള്ള വേറൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ഡെഫിഷ്യന്റ് ആണോ എന്ന് നോക്കി അതിന്റെ സപ്ലിമെന്റ്സ്, ഈ പറഞ്ഞ ഹെയറിന് കളർ കൊടുക്കുന്ന വൈറ്റമിന്റെ സപ്ലിമെന്റ്, അതൊക്കെ ഒരു 3-4 months. പിന്നെ ചില ഡൈയിങ് അല്ലാതെ വേറെ ഇപ്പൊ സൊല്യൂഷൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ഹെയറിന്റെ കളർ അവിടെ റൂട്ട് ലെവലിൽ പോയിട്ട് ഹെയറിന്റെ കളർ ഉണ്ടാക്കുന്ന മോളിക്യൂൾസിനെ ഇൻക്രീസ് ചെയ്യുന്ന അങ്ങനത്തെ ടോപ്പിക്കൽ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. പ്രിമച്വർ ഗ്രേയിങ്ങിലാണ് മെയിൻ ആയിട്ട് അതൊക്കെ നമുക്കൊരു റിസൾട്ട്സ് തരുന്നുള്ളൂ. അല്ലാതെ ഏജിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഗ്രേയിങ്ങിന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഡൈ എന്നുള്ളത് പിന്നെ അത് ഡൈ എന്നുള്ളത് അതിലെ ചില കോമ്പണൻസും ചിലർക്ക് സിവിയർ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാം. അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ചിലർക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യുക ഡൈ ഉപയോഗിച്ച് പിറ്റേ ദിവസം തന്നെ ഡൈ ഇട്ട ഭാഗത്ത് ചോറിന് പൊട്ടുക, നീര് വരിക, പസ്റ്റ്യൂൾസ് വരിക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ ഏതൊരു അലർജിയും ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്രീറ്റ് ചെയ്യുക, ആ ഒരു ഹെയർ ഡൈ കണ്ടിരിക്കുക. അതല്ലാതെ ചിലർക്ക് വരുന്ന അലർജിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് പിറ്റേന്ന് വരില്ല, കുറെ കാലങ്ങൾ കഴിഞ്ഞ് മുഖത്തും കഴുത്തിലും പുറകിലൊക്കെ പിഗ്മെന്റേഷൻ ആയിട്ടാണ് അത് മാനിഫെസ്റ്റ് ചെയ്യും. ആ പിഗ്മെന്റഡ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അത് നമുക്ക് ഇത്രയും കൂടെ ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ ആ ഒരു ഇതായിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ കഴിയും. അത് മറ്റേ അലർജി ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് ആ ഒരു പിഗ്മെന്റേഷൻ. എസ്പെഷ്യലി നമ്മൾ കണ്ടിട്ടുള്ളത് അധികം പേരും ഈ ഇൻഡിഗോ അല്ലെങ്കിൽ നീലയമരി എന്നുള്ള കിടപ്പ് എല്ലാവരും പറയുന്ന ഈ പറഞ്ഞ പോലെ നാച്ചുറൽ പ്രോഡക്റ്റ്, നമ്മൾ സംസാരിച്ചില്ലേ അതേ എഫക്റ്റ് ആണ്, നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലേ, അപ്പൊ അത് റിയാക്ഷൻ ഉണ്ടാക്കില്ല എന്നുള്ള ഒരു ഇതിലാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ നീലയമരി ഇതുപോലെ പിഗ്മെന്റഡ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനസ് പിഗ്മെന്റോസിസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ, ഒരു എന്താ പറയുക, ഒരു വയലറ്റിഷ് പിഗ്മെന്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ആണ്. അപ്പം അതൊക്കെ കുറെ കാലം യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് പിന്നെ അത് കണ്ടുവരുന്നത്. ചിലപ്പോ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിയുമ്പോഴേക്കായിരിക്കും അത് മാനിഫെസ്റ്റ് ചെയ്യും. ഈ ഒരു കോമ്പണൻസ് കാരണം മറ്റേതാണ് ഉപയോഗിച്ച് പിറ്റേ ദിവസം തന്നെ വരും, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ആ ഒരു ഫാക്ടർ നമ്മൾ നീലയമരി അങ്ങനത്തെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലര് പറയുന്ന ഞാൻ വെറും എണ്ണ മാത്രമാണ് യൂസ് ചെയ്തത്, പക്ഷെ അധിക പേരും എണ്ണയിൽ ഈ ഒരു കോമ്പണന്റും കൂടെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു നന്നായിട്ട് എന്നെ യൂഷ്വലി പറഞ്ഞ പോലെ കണ്ടീഷൻ ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ചിലർക്ക് അലർജിക് റിയാക്ഷൻ നാച്ചുറൽ കംപ്ലീറ്റ്ലി നാച്ചുറൽ തന്നെ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് കുറവാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന കംപ്ലീറ്റ്ലി നാച്ചുറൽ എന്താന്ന് പറഞ്ഞാലും അവരിപ്പോ ഈ പറഞ്ഞ പോലെ ഹെയറിന് ബ്ലാക്ക് പിഗ്മെന്റേഷൻ കൊടുക്കാനുള്ള കോമ്പണൻസ് കുറച്ച് ആഡ് ചെയ്യുന്നാലും അതങ്ങ് അവർക്ക് ആ ഒരു ബിസിനസ് ഇതാവും. അപ്പം അവര് ഒന്ന് ശ്രദ്ധിക്കണം. ഇതുവരെ സ്കിൻ ആൻഡ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മാഡം നമുക്ക് ഉത്തരം തന്നു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി താങ്ക് യു സോ മച്ച് മാഡം.